Yes. Start ചെയ്യാം. ടുഡേ നമ്മൾ ക്ലാസ് ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യാണ്. ഓൾറെഡി നമുക്കറിയാം നമ്മുടെ മുന്നിലുള്ള ഡേയ്സ് എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ്. ഒരു 30 ഓഡ് ഡേയ്സ് നമ്മുടെ മുന്നിലുള്ളൂ. ഈ ഒരു ടൈം കൊണ്ട് നമുക്ക് ഫിനിഷ് ചെയ്യണമെങ്കിൽ ഒരുപാട് എഫേർട്ട് എക്സ്ട്രാ വേണ്ടി വരും. സോ ഫസ്റ്റ്ലി ഞാൻ പറഞ്ഞിട്ടുള്ള പോലെ ഫസ്റ്റത്തെ വീക്ക് നമ്മൾ 1 hour വെച്ചിട്ടാണ് ടോപ്പിക് ചെയ്യുക. അപ്പോൾ അതിൽ ഞാൻ കുറേ സംസാര കാര്യങ്ങളൊന്നുമില്ല, നമ്മൾ ഡയറക്റ്റ് ടോപ്പിക്കിലേക്ക് കടക്കണം എന്ന് തന്നെയാണ് ഉദ്ദേശം. ഓക്കെ, അപ്പോൾ അതിന് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള കംപ്ലീറ്റ് കോഓപ്പറേഷൻ എനിക്ക് വേണം കേട്ടോ. നിങ്ങളോട് ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ളത്, നിങ്ങൾ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് മെയിൻ ഡ്രോബാക്ക് എന്താ വെച്ചാൽ നമ്മൾ സൂമിൽ കണ്ടക്ട് ചെയ്യുമ്പോൾ റിയൽ ടൈമാണ്. റിയൽ ടൈമായിട്ട് ഞാൻ പറയുന്നത് നിങ്ങളിലേക്കും നിങ്ങൾ പറയുന്നത് എന്നിലേക്കും എത്തും. ഓക്കെ, സോ ഞാൻ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യാനുള്ള കാര്യങ്ങളും ഓപ്ഷൻസ് ഒക്കെ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഒന്ന് ഹലോ പറഞ്ഞ എനിവൺ. ഹലോ. ഹലോ. യെസ്, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാം, നിങ്ങൾ പറയുന്ന അപ്പം തന്നെ എനിക്കും കേൾക്കാം കേട്ടോ. അപ്പൊ അതിന്റെ ഒരു ഡ്രോബാക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സെഷന്റെ ഒരു സൂമിൽ നടത്തുമ്പോൾ ഡ്രോബാക്ക് ഞാൻ ഫസ്റ്റ് പറയാം. നമുക്ക് ബാക്ക് അടിച്ച് പോകാനുള്ള ചാൻസ് ഇല്ല. ഓക്കെ, നമ്മൾ OTTയും തിയേറ്ററിലൊക്കെ മൂവി കാണുന്നുള്ള കമ്പാരിസൺ വരാറുണ്ട്. നമ്മൾ ഈ സൂമിലെ ക്ലാസ് എന്ന് പറയുന്നത് തിയേറ്ററിലുള്ള ക്ലാസ് ആണ്. ഓക്കെ, അപ്പോൾ ഒരു സീൻ മിസ്സായിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റേ ഓപ്പറേറ്ററോട് പോയി പറഞ്ഞിട്ട് ഒന്ന് 10 മിനിറ്റോ അല്ലെങ്കിൽ 5 മിനിറ്റോ 10 സെക്കൻഡോ 20 സെക്കൻഡോ 1 മിനിറ്റോ ബാക്കിലേക്ക് പോകണം എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റൂല, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റൂല. അല്ലെങ്കിൽ ഒരു സീന് നമുക്ക് ഒന്നും കൂടി ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചിട്ട് അതൊന്നും കൂടി കാണണം എന്നുണ്ടെങ്കിൽ അയാളോട് പറഞ്ഞ ഒന്നും കൂടി ആ സീനിലേക്ക് പോകുന്നെങ്കിൽ ഇൻട്രോ അല്ലെങ്കിൽ അതിലേക്ക് പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല, നടക്കില്ല, നടക്കുന്ന പരിപാടിയല്ല. നിങ്ങൾ OTTയിൽ നിങ്ങളുടെ ഡിവൈസിൽ നിങ്ങളുടെ ഫോണിലാണ് നിങ്ങൾ ഒരു മൂവി കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ബാക്ക് അടിച്ചോ 2ാമതോ 3ാമതോ, ചിലപ്പോൾ ഒരു ഫിലിമൊക്കെ ചിലപ്പോൾ 10 ദിവസം 20 ദിവസം കൊണ്ട് തീർക്കുന്ന ആൾക്കാരുണ്ടാവും. കണ്ടത് തന്നെ പിന്നെയും കണ്ട് തീർക്കുന്ന ആൾക്കാരുണ്ടാവും. സോ ഇവിടെ നമ്മളെ സൂം എന്ന് പറയുന്നത് ഒരു തിയേറ്റർ ക്ലാസ് ആണ്. ഒരു സാധനം മിസ്സായിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പിന്നെ അതിന്റെ പ്രിന്റ് അല്ലെങ്കിൽ റെക്കോർഡഡ് സെഷൻസ് പിന്നെ എടുത്ത് കാണാം. അല്ലാണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പിന്നെ ബാക്ക് അടിച്ചിട്ട് ആ സാധനം പിന്നെയും കാണാന്ന് പറയുന്ന ഒരു സംഭവം ഇവിടെ നടക്കൂല. ഓക്കെ, എല്ലാവർക്കും അത് ആദ്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു കാര്യം, ടെക്നിക്കലി ഓഡിയോ വീഡിയോ സ്ക്രീനൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈസ് ഹാൻഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. എല്ലാവരും റൈസ് ഹാൻഡ് ചെയ്ത് റിയാക്ഷൻസിൽ റൈസ് ഹാൻഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ, ആ നീ എല്ലാവരും ലോവർ ഹാൻഡ് ചെയ്തു. അപ്പോൾ എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസ് വരികയാണെന്നുണ്ടെങ്കിൽ, പഠിപ്പിച്ച് തുടങ്ങിയില്ല, ഓക്കെ, ജസ്റ്റ് തുടങ്ങാൻ പോകുന്നുള്ളൂ, ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻട്രോ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. എന്തെങ്കിലും നിങ്ങൾക്ക് ടെക്നിക്കൽ ഗ്ലിച്ചസ് ഓഡിയോയിലോ വീഡിയോയിലോ സ്ക്രീനിലോ ഇഷ്യൂസ് ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റിയാക്ഷൻസിൽ റൈസ് ഹാൻഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലേക്ക് പോവുക, റൈസ് ഹാൻഡ് ചെയ്യുക. ഒരുപാട് ആൾക്കാർ റൈസ് ഹാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതേപോലെ ഞാൻ എന്ത് ചെയ്യും, അവിടെ വെച്ച് ഇത് സ്റ്റോപ്പ് ചെയ്യും. എന്താണ് ഇഷ്യൂ അത് റെക്ടിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ കണ്ടിന്യൂ ചെയ്യുള്ളൂ. ഇനി നിങ്ങൾ റൈസ് ഹാൻഡ് ചെയ്തിട്ട് ഒരു 10-15 സെക്കൻഡ് ആയിട്ട് മറ്റൊരാൾ ഹാൻഡ് റൈസ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലായത്, എൻ്റെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്ക് ആയിരിക്കില്ല, അത് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്ക് ആയിരിക്കും. അത് റെക്ടിഫൈ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, മുന്നോട്ടേക്ക് പോകുക. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് ലോഗൗട്ട് ചെയ്ത് നിങ്ങൾ പുറത്തേക്ക് പോയി ലീവ് ചെയ്ത് രണ്ടാമത് റീജോയിൻ റെഡി ആവും. മനസ്സിലായല്ലോ? ബുദ്ധിമുട്ടില്ലല്ലോ? ഓക്കെ അല്ലേ എവരിവൺ? കാര്യങ്ങൾ മനസ്സിലായില്ല? എന്നാൽ എല്ലാവരും ഒന്ന് ലോവർ ഹാൻഡ് ചെയ്യുക. എന്തെങ്കിലും ഓഡിയോ വീഡിയോ സ്ക്രീനിലൊക്കെ ഗ്ലിച്ചസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഹാൻഡ് റൈസ് ചെയ്യേണ്ടതാണ്. നിങ്ങൾ ഒറ്റക്കാണെങ്കിൽ ലീവ് ചെയ്ത് റീജോയിൻ ചെയ്യുക, നെറ്റ്വർക്ക് ഒന്ന് സ്റ്റേബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുക, ഒന്നും കൂടി റീകണക്ട് ചെയ്യുക. ഒരുപാട് ആൾക്കാർ റൈസ് ഹാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഐ വുഡ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്, എൻ്റെ മിസ്റ്റേക്ക് ആണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ട് ഞാൻ എന്ത് ചെയ്യും, കാര്യങ്ങൾ ചെയ്യും. ഓക്കെ, കുഴപ്പമില്ലല്ലോ? എവരിവൺ റെഡി അല്ലേ? യെസ് ഓർ നോ? ഓക്കെ എവരിവൺ, യെസ്. അപ്പോൾ ആരും റൈസ് ഹാൻഡ് കാര്യങ്ങളൊന്നും ഇനി ബാക്കിയില്ല, എല്ലാവരും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ ഓൾറെഡി ഉള്ള പോലെ ഞാൻ ഇന്ന് നോട്ട്സ് ഒന്നും വെച്ചിട്ടല്ല തുടങ്ങുക, നമ്മുടെ ഹാൻഡ് ബുക്ക് വെച്ചിട്ട് തുടങ്ങുക. നിങ്ങൾ ഇതൊന്നും എഴുതണം എന്നില്ല, നമ്മൾ റിവിഷൻ ക്ലാസ് ആയതുകൊണ്ട് തന്നെ നിങ്ങളെ കൊണ്ട് എഴുതിയിട്ട് കുറേ ടൈം കളയാൻ നമുക്കില്ല. ഓക്കെ, സോ ബേസിക്കലി നമ്മൾ തുടങ്ങി വെക്കാം, തുടങ്ങിയിട്ട് എങ്ങനെ ഉണ്ടെന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് അതിന് വേണ്ടി അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ നടത്താം.
ഓക്കെ, സോ ഫസ്റ്റ് തിങ് വി ആർ സ്റ്റാർട്ടിങ് ഓഫ് വിത്ത് ദ ഫസ്റ്റ് ചാപ്റ്റർ 1 എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അവിടെ 2 സെക്ഷൻസിനെ പറ്റി പഠിക്കാനുണ്ട്, സെക്ഷൻ 1ഉം സെക്ഷൻ 2ഉം. പറയുമ്പോൾ 2 സെക്ഷൻസ് തന്നെ ഉള്ളൂ, പക്ഷേ ഇത് രണ്ടും അല്ലെങ്കിൽ എസ്പെഷ്യലി സെക്ഷൻ 2 എന്ന് പറയുന്നത് ഡെഫിനിഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ സെക്ഷൻ 1 വെച്ചിട്ട് നമുക്ക് തുടങ്ങാം. ഞാൻ കൂടുതൽ ഇൻട്രോ ഒന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല. നമുക്കറിയാം കമ്പനീസ് ആക്ട് എന്ന് പറയുന്നതിന്റെ ചാപ്റ്റർ 1 ആണ്. കമ്പനീസ് ആക്ട് കൊണ്ടുവന്നത് തന്നെ കംപ്ലീറ്റ്ലി നമ്മുടെ രാജ്യത്തെ കമ്പനീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ലോയും മൊത്തത്തിൽ കൺസോളിഡേറ്റ് ചെയ്ത് അതിന് പിന്നെ മാറ്റങ്ങൾ വരുത്തുന്ന ഒരു ആക്ടാണ് കമ്പനീസ് ആക്ട്. നമ്മുടെ രാജ്യത്ത് ഒരുപാട് ചേഞ്ചസ് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ചേഞ്ചസിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ആക്ട് കൊണ്ടുവന്നത്. ഈ ആക്ട് ആദ്യമായി വന്നത് ഇന്ത്യയിൽ, കമ്പനീസ് ആക്ട് ആദ്യമായി വന്നത് ഏത് വർഷമാണെന്ന് പറയാൻ പറ്റുമോ? ഓർമ്മ തൊട്ട കാലം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ട് നമുക്ക് ഏത് വർഷം മുതൽ പറയാൻ പറ്റും? കമ്പനീസ് ആക്ട് വന്ന വർഷം, ആദ്യമായിട്ട് കമ്പനീസ് ആക്ട് വന്ന വർഷം. ഞാൻ കുറേ മുന്നിലേക്കൊന്നും പോകുന്നില്ല. ഓക്കെ, നമുക്ക് റെലവെന്റ് ആയിട്ട് ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കാണ്. നിങ്ങളെ ഒപ്പീനിയൻ പറഞ്ഞോളൂ, കുഴപ്പമില്ല. 1956 എന്നുള്ള ഒപ്പീനിയൻ ഉണ്ട്. ഓക്കെ, വെരി ഗുഡ്. പിന്നെ വേറെ എന്തെങ്കിലും വർഷം ഉണ്ടോ? 1930 അല്ല, ആക്ച്വലി 1913 ആണ്. 1913 കമ്പനീസ് ആക്ട് ഉണ്ടായിരുന്നു. അതിന് പകരം അതിനെ റിപ്പീൽ ചെയ്തിട്ടാണ് 1956 ഒരു കമ്പനീസ് ആക്ട് വന്നത്. പിന്നെ അതിനെ റിപ്പീൽ ചെയ്തിട്ടാണ് ഏത് വർഷം? 2013 കറന്റ് കമ്പനീസ് ആക്ട്. അപ്പൊ കറന്റ് ഉള്ള കമ്പനീസ് ആക്ടിനെ നമ്മൾ ഈ ഒരു ആക്ടിൽ തന്നെ എന്ത് വിളിക്കും? ദിസ് ആക്ട് എന്ന് പറയും. എന്താ പറയാ? ദിസ് ആക്ട് എന്ന് പറയും, ദിസ് ആക്ട്. അതേസമയം മുന്നത്തെ കമ്പനീസ് ആക്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രീവിയസ് കമ്പനി ലോ. പ്രീവിയസ് കമ്പനി ലോ. ഓക്കെ അല്ലേ? യെസ് ഓർ നോ? ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ? ഓക്കെ, റെഡി അല്ലേ എവരി വൺ? എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസ് വരുന്നുണ്ടെങ്കിൽ പറയണം. നിങ്ങൾ റേസ് ഹാൻഡ് ചെയ്യണം. ഇത് റേസ് ഹാൻഡ് ചെയ്യുക, റേസ് ഹാൻഡ് ചെയ്യുക കേട്ടോ, റേസ് ഹാൻഡ് ചെയ്യുക. ഓൾറെഡി ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ റേസ് ഹാൻഡ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ ഓ ക്ലിയർ അല്ലേന്ന് ഞാൻ ചിലപ്പോൾ ചോദിക്കും, ഇഷ്യൂ ഉണ്ടോ എന്നൊക്കെ ചോദിക്കാൻ. നിങ്ങൾ യെസ് എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല. സോ ക്ലിയർ ആണെങ്കിൽ നിങ്ങൾ ക്ലിയർ എന്ന് തന്നെ ടൈപ്പ് ചെയ്യുക. നിങ്ങൾ ഇഷ്യൂ ആണെങ്കിൽ നിങ്ങൾ ഇഷ്യൂ എന്ന് ടൈപ്പ് ചെയ്യുക. സൗണ്ട് ആണോ ഇഷ്യൂ, വീഡിയോ ആണോ ഇഷ്യൂ എന്നൊക്കെ പറയാം. സ്റ്റക്ക് ആണെങ്കിൽ സ്റ്റക്ക് എന്ന് പറയാം. ഓക്കെ, സോ ഞാൻ കാര്യത്തിലേക്ക് കടക്കാണ്. 2013 കമ്പനീസ് ആക്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ദിസ് ആക്ട് എന്ന് പറയും. മറ്റേതിനെ പ്രീവിയസ് കമ്പനി ലോ എന്ന് പറയും. അതിൽ ആദ്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതിനെ പറ്റിയാണ്. ഷോർട്ട് ടൈറ്റിൽ, എക്സ്റ്റെൻഡ്, കമൻസ്മെന്റ്, ആപ്ലിക്കബിലിറ്റി. ഇതിൽ പ്രത്യേകിച്ച് എനിക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത് ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ അതിലേക്ക് പോകുന്നതിന് മുന്നേ ഷോർട്ട് ടൈറ്റിൽ നമ്മൾ ഇതിലും പഠിക്കും. നമ്മൾ ഇന്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട്സിൽ ഈ സാധനം പഠിക്കും. ഇന്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട്സ് പ്രകാരം ഷോർട്ട് ടൈറ്റിൽ എന്ന് പറയുന്നത് ഒരു ആക്ടിന്റെ നിക്ക് നെയിമാണ്. ഒരു ആക്ടിന്റെ പേരിനെയാണ് നമ്മൾ ഷോർട്ട് ടൈറ്റിൽ എന്ന് പറയാം. യെസ് ഓർ നോ? ഒരു ആക്ട് ഏത് പേരിലാണ് അറിയപ്പെടുന്നത് അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഷോർട്ട് ടൈറ്റിൽ. ഓക്കെ ആണോ? യെസ് ഓർ നോ? ഓക്കെ, ഏത് ഡേറ്റിന് തുടങ്ങി അല്ലെങ്കിൽ എവിടെ ആപ്ലിക്കബിൾ ആണ്? ഹോൾ ഓഫ് ഇന്ത്യ. പുറത്തുള്ള സിറ്റിസൻസിനും ആപ്ലിക്കബിൾ ആവാറുണ്ട്. ഓക്കെ, അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, ഇന്ത്യക്ക് പുറത്ത് ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ, കമ്പനി ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ, കമ്പനീസ് ആക്ട് ആപ്ലിക്കബിൾ ആണോ നോട്ട് ആപ്ലിക്കബിൾ ആണോ? എ കമ്പനി ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ, കമ്പനീസ് ആക്ട് ആപ്ലിക്കബിൾ ആണോ നോട്ട് ആപ്ലിക്കബിൾ ആണോ? ഒരു കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്ത് ഔട്ട്സൈഡ് ഇന്ത്യയിലാണ്, UK-ലോ US-ലോ UAE-ലോ എവിടെയാന്നായിക്കോട്ടെ, അവിടെ ആപ്ലിക്കബിൾ ആയ കമ്പനിക്ക് കമ്പനീസ് ആക്ട് ആപ്ലിക്കബിൾ ഓർ നോട്ട് ആപ്ലിക്കബിൾ? ഫാസ്റ്റ് ആയിക്കോ, വരട്ടെ, സ്പീഡാക്ക്. Okay, the answer is depends on each case. കമ്പനി ഇൻകോർപ്പറേറ്റ് ഔട്ട്സൈഡ് ഇന്ത്യ, ഇന്ത്യയിൽ അവർക്ക് പ്ലേസ് ഓഫ് ബിസിനസ് ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ അവരെ നമുക്ക് ഫോറിൻ കമ്പനി എന്നുള്ള ഗണത്തിൽപ്പെടുത്തിയിട്ട് അവർക്ക് കമ്പനീസ് ആക്ട് ആപ്ലിക്കബിൾ ആണെന്ന് പറയാം. കമ്പനി ഇൻകോർപ്പറേറ്റ് ഔട്ട്സൈഡ് ഇന്ത്യക്ക് ഇന്ത്യയിലെ ബിസിനസ് ആക്ടിവിറ്റിയും ഇല്ല, പ്ലേസ് ഓഫ് ബിസിനസ് ഒന്നും ഇല്ലെങ്കിൽ കമ്പനീസ് ആക്ട് ഈസ് നോട്ട് ആപ്ലിക്കബിൾ. മനസ്സിലായോ? അപ്പൊ അതൊക്കെ ഡിപ്പെൻസ് ഓൺ ഈച്ച് കേസ്. നമ്മളൊക്കെ അതിനായിട്ട് തന്നെ എന്തുണ്ട്, ഒരു ചാപ്റ്റർ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. നമ്മുടെ ചാപ്റ്റർ 11, അതായത് കമ്പനീസ് ആക്ടിലെ ചാപ്റ്റർ 22, നമ്മുടെ സിലബസിലെ ചാപ്റ്റർ 11 കമ്പനീസ് ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ. ഓക്കെ, സോ ബേസിക്കലി പറയാനുള്ളത് ഹോൾ ഓഫ് ഇന്ത്യ എന്നാണ്. കമൻസ്മെന്റ് ഡേറ്റ് നമ്മൾ പറയാറുള്ളത് 30th August 2013. അന്ന് മുതലാണ് സെക്ഷൻ 1. ഈ സെക്ഷൻ വന്നത് ആ ഡേറ്റിനാണ്. പിന്നെ ഓരോ ഡേറ്റിനും ഓരോ സെക്ഷൻസ് വന്നിട്ടുണ്ട്.
12th സെപ്റ്റംബറിനും 143 സെക്ഷൻസ് വന്നത്. 143ഓളം സെക്ഷൻസ്. ടോട്ടൽ കമ്പനീസ് ആക്ടിൽ എത്ര സെക്ഷൻസ് ഉണ്ടെന്ന് അറിയോ? ടോട്ടൽ നിങ്ങൾക്ക് എക്സാമിന് റെലവെന്റ് ഒന്നുമല്ല, ജസ്റ്റ് അറിഞ്ഞിരിക്കുക. 470 സെക്ഷൻസ് ഉണ്ട്. ഈ 470 സെക്ഷൻസിൽ നമുക്ക് നമ്മുടെ സിലബസിൽ പഠിക്കാനുള്ളത് അപ് ടു 1 to 148 അതേപോലെ 379 to 393 നമുക്ക് പഠിക്കാനുള്ളത് ഇത്രയാണ്, നമ്മുടെ സിലബസിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അത് നെക്സ്റ്റ് പോയിന്റ്, കമ്പനി ഏതൊക്കെ കമ്പനീസിനാണ് കമ്പനീസ് ആക്ട് ആപ്ലിക്കബിൾ ആവുക? കമ്പനി ഇൻകോർപ്പറേറ്റഡ് അണ്ടർ ദിസ് ആക്ട് ഓർ അണ്ടർ എനി പ്രീവിയസ് കമ്പനി ലോ. കമ്പനി ഇൻകോർപ്പറേറ്റഡ് അണ്ടർ ദിസ് ആക്ട് ഓർ അണ്ടർ എനി അതർ പ്രീവിയസ് കമ്പനി ലോ. ഈ എനി അതർ പ്രീവിയസ് കമ്പനി ലോ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞു. 1913 ഒരു കമ്പനീസ് ആക്ട് വന്നിട്ടുണ്ട്, 1956 കമ്പനീസ് ആക്ട് ഉണ്ടായിരുന്നു. അപ്പൊ അതിലുള്ള കമ്പനീസിനും ഈ പറയുന്ന ആക്ട് ആപ്ലിക്കബിൾ ആണ്. അപ്പൊ എൻ്റെ ഒരു ചോദ്യം നിങ്ങൾക്ക് എക്സാമിന് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ഓക്കെ, ഓൾറെഡി ഉള്ള എക്സാം ക്വസ്റ്റ്യൻ ആണ്, യെസ് ഓർ നോ പറയാം. ഓക്കെ, റിലയൻസ് അല്ലെങ്കിൽ ടാറ്റ. ഓക്കെ, ടാറ്റന്റെ എക്സാമ്പിൾ പറയാം. 1800-ലോ 1900-ലോ ഒക്കെയാണ് ടാറ്റ ഇൻകോർപ്പറേറ്റഡ് ആയിട്ടുണ്ടായിരുന്നത് കമ്പനി ആയിട്ട്. വെദർ നമ്മുടെ കമ്പനീസ് ആക്ട് 2013 ടാറ്റ അല്ലെങ്കിൽ പഴയ കമ്പനീസിന് അപ്ലിക്കബിൾ ഓർ നോട്ട് അപ്ലിക്കബിൾ? യെസ് ഓർ നോ? 2013 കമ്പനീസ് ആക്ട് 2013 വന്നു അല്ലേ? അപ്പൊ അന്ന് മുതൽ ടാറ്റ പറയാണ് നമ്മളൊക്കെ പഴയ ആൾക്കാരാണ്, 1900-ലോ 1800-ലോ ഒക്കെ ഇൻകോർപ്പറേറ്റഡ് ആണ്, നമുക്ക് ഇതൊന്നും അപ്ലിക്കബിൾ അല്ല എന്ന് പറയാൻ പറ്റൂല. ബിക്കോസ് എനി അതർ പ്രീവിയസ് കമ്പനിയിലോ ഉള്ള കമ്പനീസിനാണെങ്കിൽ പോലും ഈ പറയുന്ന കമ്പനീസ് ആക്ട് അപ്ലിക്കബിൾ ആണ് എന്ന് മനസ്സിലാക്കുക. ക്ലിയർ? അപ്പൊ അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ഏറ്റവും ടിസ്റ്റ് സാധനമാണ് ഞാൻ ഇതിൽ പറയാൻ പോകുന്നത്. ഇതുവരെ നിങ്ങൾ എന്താ പറയുക കയറിയിട്ടില്ലാത്ത ഒരു ഇൻട്രോ ലെവലിലേക്കാണ് ഞാൻ പറയാൻ പോകുന്നത്. പറയട്ടെ. ദ തിങ് ഈസ്, ബാങ്കിങ് കമ്പനി, ഇൻഷുറൻസ് കമ്പനി, ഇലക്ട്രിസിറ്റി കമ്പനി, കമ്പനീസ് ആക്ട് ആപ്ലിക്കബിൾ ആണോ നോട്ട് ആപ്ലിക്കബിൾ ആണോ? അതിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്നുള്ളത് ചാറ്റ് ബോക്സിൽ പറയാം, അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് വന്നിട്ട് പറയാം. എനിവൺ, ഏതൊരു സൂം യൂസർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ, മറ്റുള്ളവർക്കൊന്നും ഇഷ്യൂ ഇല്ലെങ്കിൽ കുട്ടി എന്ത് ചെയ്യുക, ഒന്ന് പോയി തിരിച്ചു വരണം. അതിനെന്തെങ്കിലും എക്സാമ്പിൾസ് പറയാൻ പറ്റുമോ? എനിവൺ? അപ്ലിക്കബിൾ ആണ് ഇഫ് ദർ ഈസ് എനി ഡിസ്പ്യൂട്ടാ? അതിനുള്ള ഏറ്റവും ബെസ്റ്റ് അൽഷാന എന്താണെന്നൊന്ന് പറ നോക്കട്ടെ. ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാൻ പറ്റുമെങ്കിൽ ഒന്ന് പറയുകയാണെങ്കിൽ അടിപൊളിയാവും. അൽഷാന, ഹലോ. ഹലോ. പറ, എന്താ 120 പറയാൻ കാരണം? ട്രൂ ആൻഡ് ഫെയർ വ്യൂ എന്താ പറയാ, ഈ ബാങ്കിങ്, ഇൻഷുറൻസ് കമ്പനി, ഇലക്ട്രിസിറ്റി കമ്പനിക്കൊന്നും ഇല്ല. അവർക്ക് അവരുടേതായിട്ടുള്ള പറയുകയാണെങ്കിൽ, അങ്ങനെ വേറെ ആക്ടിലോ അല്ലെങ്കിൽ പറയുകയാണെങ്കിൽ അത് മാത്രമേ. അതായത് ട്രൂ ആൻഡ് ഫെയർ വ്യൂ എന്നുള്ളതല്ല. ട്രൂ ആൻഡ് ഫെയർ വ്യൂ എന്തായാലും നമുക്ക് എല്ലാ കമ്പനീസിനും അത്യാവശ്യം വേണ്ട ഒരു സാധനം. ഈ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് സെക്ഷൻ 133 ഷെഡ്യൂൾ 3, വെരി ഗുഡ്, അടിപൊളി. എന്താ വെച്ചാല് നമുക്ക് സാധാരണ ഷെഡ്യൂൾ 3 എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ടുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യാനുള്ള ഫോർമാറ്റ് ആണല്ലോ ഷെഡ്യൂൾ 3. ഓക്കെ, എല്ലാ കമ്പനീസും കമ്പനി ആണോ ഷെഡ്യൂൾ 3 പ്രകാരം മാത്രമേ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ അടുത്ത ചോദ്യമാണ്, എന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യാനുള്ള ഫോർമാറ്റ്? നമുക്കറിയാം ഷെഡ്യൂൾ 3 പാർട്ട് 1, പാർട്ട് 2. പാർട്ട് 1 ബാലൻസ് ഷീറ്റ്, പാർട്ട് 2 പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, വാട്ട് എവർ ഇറ്റ് ഈസ്. അതിനൊരു പെർട്ടിക്കുലർ ഫോർമാറ്റ് ഇല്ലേ? നമ്മൾ കാണാറില്ലേ? ട്രേഡിംഗ് ആൻഡ് P&L അക്കൗണ്ട്, അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ്, ലയബിലിറ്റീസ്, അസറ്റ്സ്, ഇന്ന ടെർമിനോളജീസ്, ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസ്,
സെയിൽസ്, ക്ലോസിംഗ് സ്റ്റോക്ക് എന്നൊക്കെ പറയാറില്ലേ. എൻ്റെ ചോദ്യം ഇതാണ്, ബാങ്കിങ് കമ്പനീസിന് അത് പോസിബിൾ ആണോ? ഇൻഷുറൻസ് കമ്പനീസിന് അത് പോസിബിൾ ആണോ? ഇലക്ട്രിസിറ്റി ഓർ പവർ കമ്പനീസിന് അത് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യൽ പോസിബിൾ ആണോ? സാധാരണ എല്ലാ കമ്പനീസും നിർബന്ധമായിട്ടും ഷെഡ്യൂൾ 3 പ്രകാരം പ്രിപ്പയർ ചെയ്യണം എന്ന് പറയുമ്പോൾ ബാങ്കിങ്, ഇൻഷുറൻസ്, ഇലക്ട്രിസിറ്റി കമ്പനീസിന് അത് പോസിബിൾ ആണോ? അല്ല. ബിക്കോസ് അവരെ സംബന്ധിച്ചിടത്തോളം സ്ട്രിക്റ്റ് സെൻസിൽ ഈ പറയുന്ന പോലെ ഷെഡ്യൂൾ 3 ഫോളോ ചെയ്യൽ പോസിബിൾ അല്ല. കാരണം അവർക്ക് അവരുടേതായ റെസ്പെക്റ്റീവ് ആക്ടിൽ റെസ്പെക്റ്റീവ് പ്രൊവിഷൻസ് പറയുന്നുണ്ട്, റെസ്പെക്റ്റീവ് ഫോർമാറ്റ് ഉണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർ എന്ത് ചെയ്യേണ്ടതില്ല? അത്തരം കാര്യങ്ങളിൽ, എല്ലാ കാര്യങ്ങളിലുമല്ല. ബാങ്കിങ് കമ്പനീസ്, ഇൻഷുറൻസ് കമ്പനീസ്, ഇലക്ട്രിസിറ്റി കമ്പനീസിന് കമ്പനീസ് ആക്ട് ആപ്ലിക്കബിൾ അല്ല എന്നല്ല. ആപ്ലിക്കബിൾ അല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ആപ്ലിക്കബിൾ ആണ്. പക്ഷെ എപ്പോൾ അവരത് ഫോളോ ചെയ്യേണ്ടതില്ല? അവർക്ക് കമ്പനീസ് ആക്ട് ആപ്ലിക്കബിൾ ആണ്, അവരുടേതായ റെസ്പെക്റ്റീവ് ആക്ട് ഉണ്ട്. ബാങ്കിങ് കമ്പനീസിന് ബാങ്കിങ് റെഗുലേഷൻ ആക്ടും RBI ആക്ടും ഉണ്ട്. ഇൻഷുറൻസ് കമ്പനീസിന് ഇൻഷുറൻസ് ആക്ട് ഉണ്ട്. അതേപോലെ ഇലക്ട്രിസിറ്റി കമ്പനീസിന് ഇലക്ട്രിസിറ്റി ആക്ട് 2003 ഉണ്ട്. അതേസമയം അവർക്ക് ഒരേ കമ്പനിക്ക് തന്നെ 2 ആക്ട് ഫോളോ ചെയ്യേണ്ടി വരുമ്പോൾ ഒരേപോലെയുള്ള ആക്ടുകളാണെങ്കിൽ കുഴപ്പമില്ല, കോൺഫ്ലിക്റ്റ് ഇല്ല, കൺസിസ്റ്റന്റ് ആണെങ്കിൽ കുഴപ്പമില്ല. എപ്പോഴെങ്കിലും ഇൻകൺസിസ്റ്റൻസി വന്നു കഴിഞ്ഞാൽ കമ്പനീസ് ആക്ടും അവരുടെ റെസ്പെക്റ്റീവ് ആക്ടും തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റോ ഡിഫറൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്മാച്ച് വന്നു കഴിഞ്ഞാൽ അവർ ഏത് ഫോളോ ചെയ്യണം? കമ്പനീസ് ആക്ട് TCA ഫോളോ ചെയ്യണോ, റെസ്പെക്റ്റീവ് ആക്ട് ഫോളോ ചെയ്യണം? ഒരു ബാങ്കിങ് കമ്പനി, SBI എന്ന് പറയുന്ന ഒരു ബാങ്കിങ് കമ്പനി, അവർ കമ്പനീസ് ആക്ടും ഫോളോ ചെയ്യുന്നുണ്ട്, റെസ്പെക്റ്റീവ് ആക്ടും ഫോളോ ചെയ്യുന്നുണ്ട് ആസ് മച്ച് ആസ് പോസിബിൾ. പക്ഷെ എപ്പോഴെങ്കിലും അവർക്ക് കമ്പനീസ് ആക്ടിൽ പറഞ്ഞ പ്രൊവിഷനും വന്നു കഴിഞ്ഞാൽ അവർ ഏത് ഫോളോ ചെയ്താൽ മതി? റെസ്പെക്റ്റീവ് ആക്ട് ഫോളോ ചെയ്താൽ മതി. അവിടെ അവർ സ്ട്രിക്റ്റ് സെൻസിൽ കമ്പനീസ് ആക്ട് ഫോളോ ചെയ്യേണ്ടതില്ല. അതുകൊണ്ടാണ് പറയുന്നത് ബാങ്കിങ് കമ്പനീസിനും ഇൻഷുറൻസ് കമ്പനീസിനും ഇലക്ട്രിസിറ്റി കമ്പനീസിനും കമ്പനീസ് ആക്ട് ആപ്ലിക്കബിൾ ആണോ എന്ന് ചോദിച്ചാൽ അതെ. പക്ഷേ എക്സെപ്റ്റ് ഇൻ സോ ഫാർ ആസ് ദ സെഡ് പ്രൊവിഷൻസ് ആർ ഇൻകൺസിസ്റ്റന്റ് വിത്ത് ദ പ്രൊവിഷൻസ് ഓഫ് ദെയർ റെസ്പെക്റ്റീവ് ആക്ട്. അവരുടെ റെസ്പെക്റ്റീവ് ആക്ടുമായിട്ട് കൺസിസ്റ്റന്റ് ആവാത്തിടത്തോളം അവർക്ക് കമ്പനീസ് ആക്ട് ആപ്ലിക്കബിൾ ആണ്. എപ്പോഴാണോ ഇൻകൺസിസ്റ്റൻസി ഓർ മിസ്മാച്ച് വരുന്നത് അപ്പോൾ അവർ കമ്പനീസ് ആക്ട് ഫോളോ ചെയ്യേണ്ടതില്ല. ഓക്കെ അല്ലേ? അതേപോലെ തന്നെ സ്പെഷ്യലി ഗവേൺഡ് കമ്പനീസ്, സ്പെഷ്യൽ ആക്ട് പ്രകാരം, മറ്റുള്ള സ്പെഷ്യൽ ആക്ട് പ്രകാരമുള്ള പല കമ്പനീസ് ഉണ്ട്. LIC ആക്ട് പ്രകാരം LIC, അതേപോലെ തന്നെ IDFC പോലുള്ള കമ്പനീസും ഇതേ റൂൾസ് ആണ് അവർ ഫോളോ ചെയ്യേണ്ടത്. ഇതിൽ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ നിങ്ങൾക്ക് സൈഡിൽ എവിടെയെങ്കിലും നോട്ട് ചെയ്യാം. സെക്ഷൻ 129 ആൻഡ് ഷെഡ്യൂൾ 3. സെക്ഷൻ 129 പ്രകാരം എല്ലാ കമ്പനീസും സെക്ഷൻ 129 പ്രകാരം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യേണ്ടത് ഷെഡ്യൂൾ 3 പ്രകാരമാണ്. എന്നാൽ അത് ആർക്ക് ആപ്ലിക്കബിൾ അല്ല? സെക്ഷൻ 129 പ്രകാരം ഷെഡ്യൂൾ 3 പ്രകാരം ആർക്ക് അത് ആപ്ലിക്കബിൾ അല്ല? ബാങ്കിങ്, ഇൻഷുറൻസ്, ഇലക്ട്രിസിറ്റി, അതേപോലെ തന്നെ ആക്ട്. ക്ലിയർ ആണെങ്കിൽ ഒന്ന് ക്ലിയർ എന്ന് പറയാം. ഡിഫറൻസ് മനസ്സിലായി? ഇതാണ് ഞാൻ പറയാൻ വെക്കുന്ന ഒന്നാമത്തെ പോയിന്റ്. റെഡി ആണോ? ക്ലിയർ ആണോ? യെസ് ഓർ നോ? ഓക്കെ അല്ലേ? യെസ്, സെറ്റ് ആണ്. ഓക്കെ, റെഡി, ബുദ്ധിമുട്ടില്ല. ഓക്കെ, റെഡി. നെക്സ്റ്റ് അങ്ങനെയാണെങ്കിൽ നമുക്ക് സെക്ഷൻ 1 കഴിഞ്ഞിട്ട് നമുക്ക് നേരെ സെക്ഷൻ 2ലേക്ക് പോവാം. ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല. എന്തിനാണ് കമ്പനീസ് ആക്ട് നമുക്ക് ഇന്ററിൽ ഇത്രയും വെയിറ്റേജ് ഉള്ളത് നമുക്കറിയാം. അത്രയും പ്രിവിലേജ് ഉള്ള ഒരു സാധനമാണ്. സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി കമ്പനി ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പേരിലല്ല കേസ് വരാം. കമ്പനി ചെയ്യുന്ന ട്രാൻസാക്ഷൻസ് കമ്പനിയുടെ പേരിൽ അറിയപ്പെടും. എന്തെങ്കിലും ലീഗൽ ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ അത് കമ്പനിയുടെ പേരിലാണ്, കമ്പനി റൺ ചെയ്യുന്ന ആൾക്കാരുടെ പേരിലല്ല. അതേപോലെ തന്നെ കമ്പനി റൺ ചെയ്യുന്ന മെമ്പേഴ്സിന്റെ ലയബിലിറ്റി ലിമിറ്റഡ് ആണ്. എത്രയാണോ അവരെടുക്കുന്ന ഷെയർസ് അതിനുള്ള ഫിക്സ് എമൗണ്ട് മാത്രം അവർ പേ ചെയ്താൽ മതി. ലിമിറ്റഡ് ലയബിലിറ്റി, ലിമിറ്റഡ് ബൈ ഷെയർസ്, ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ഒക്കെ പറയും. ഡോണ്ട് വറി. പെർപ്പച്വൽ സസഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെമ്പേഴ്സ് ഒക്കെ മരിച്ചാലും കമ്പനി മുന്നോട്ട് പോകും. നിങ്ങൾ ആലോചിച്ച് നോക്കുക, 250 കൊല്ലം മുന്നേ ഉള്ള കമ്പനിയുടെ തുടക്കത്തിലുള്ള മെമ്പേഴ്സ് ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോ? യെസ് ഓർ നോ? 200 250 കൊല്ലം മുന്നേ ഉള്ള കമ്പനിയാണ് ടാറ്റ എന്ന് പറയുന്ന കമ്പനി. അവരുടെ മെമ്പേഴ്സ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? യെസ് ഓർ നോ? ഒരിക്കലും ഇല്ല. ബിക്കോസ് കമ്പനിയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ ആണ് പെർപ്പച്വൽ സസഷൻ. കമ്പനിക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ലീഗലി നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്നവരെ കമ്പനി മുന്നോട്ട് പോകും. സോ ഒരു കമ്പനി തുടങ്ങാന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയാ റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. കാരണം മെമ്പേഴ്സിന് എന്ത് സംഭവിച്ചാലും കമ്പനി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അതിന്റെ ചാർജസ്, അതിന്റെ ഓഡിറ്റ്, അതിലുള്ള മറ്റുള്ള കോംപ്ലിക്കേഷൻസും കംപ്ലൈൻസും ഒക്കെ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കണം. ഡിഫോൾട്ട് വന്നു കഴിഞ്ഞാൽ അതിന് പണിഷ്മെന്റ് ഒക്കെ വരും. അതുകൊണ്ട് വെരി 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 റിസ്കി ആയിട്ടുള്ള ഒരു കാര്യമാണ് കമ്പനി എന്ന് പറയുന്നത്. കല്യാണം കഴിക്കുന്ന പോലെയാണ്.
കല്യാണം കഴിക്കുമ്പോൾ രജിസ്ട്രേഷൻ നിർബന്ധമാണല്ലോ. അതേപോലെ തന്നെ കമ്പനി എന്ന് പറയുന്നത് അങ്ങനല്ല, രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെതായ കോംപ്ലിക്കേഷൻസും കാര്യങ്ങളോ അല്ലെങ്കിൽ ടെക്നിക്കൽ ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ വരുമല്ലോ. അതാ ഉദ്ദേശിക്കുന്നത് കേട്ടോ, അല്ലാണ്ട് രജിസ്ട്രേഷൻ നിർബന്ധം എന്നുള്ള രീതിയിലല്ല. വാട്ട് എവർ ഇറ്റ് ഈസ്. അതേപോലെ തന്നെയാണ് കമ്പനി എന്ന് പറയുന്നത്. തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിന് പല ചടങ്ങുകളും ഉണ്ട്. നമ്മൾ കല്യാണം കഴിക്കുന്ന പോലെ അതുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളുണ്ട്. അതേപോലെയാണ് കമ്പനി. ഓക്കെ, തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിന് പല രീതിയിലുള്ള സംഭവങ്ങളും ഉണ്ട്. ഓക്കെ, റെഡി. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് സെപ്പറേറ്റ് പ്രോപ്പർട്ടി കമ്പനി, സെപ്പറേറ്റ് മാനേജ്മെന്റ് മാനേജ് ചെയ്യുന്ന ആൾക്കാരാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ബോർഡ് റെസൊല്യൂഷൻ പഠിക്കാനുണ്ട്. മെമ്പേഴ്സുമായി ബന്ധപ്പെട്ട് നമുക്ക് ഓർഡിനറി റെസൊല്യൂഷൻ, സ്പെഷ്യൽ റെസൊല്യൂഷൻ, യുനാനിമസ് റെസൊല്യൂഷൻ ഒക്കെ പഠിക്കാനുണ്ട്. വോളണ്ടറിലി ഇൻകോർപ്പറേറ്റഡ് ആയ അസോസിയേഷൻ ആണ്. കോമൺ സീൽ, കമ്പനിക്ക് ഒരു ഒഫീഷ്യൽ സിഗ്നേച്ചർ നിർബന്ധമില്ല. ഷെയർസ് ട്രാൻസ്ഫറബിൾ ആണ്. പക്ഷെ ഷെയർ ട്രാൻസ്ഫർ ചെയ്യുന്ന കാര്യത്തിൽ ചിലപ്പോൾ എന്തുണ്ടാവും, റെസ്ട്രിക്ഷൻസ് വരും. റെസ്ട്രിക്ഷൻസ് ഉള്ള കമ്പനീസ് ഏതാണ്? ഫ്രീലി ട്രാൻസ്ഫറബിൾ ആയിട്ടുള്ള കമ്പനി ഏതാണ്? റെസ്ട്രിക്ഷൻ ഉള്ള കമ്പനി ഏതാണ്? ഫ്രീലി ആയിട്ടുള്ള കമ്പനി ഏതാണെന്ന് പറ. ഷെയർ ട്രാൻസ്ഫർ ചെയ്യുന്നതിൽ ഒരാളെടുത്ത് ഒരു കമ്പനിയുടെ ഷെയർസ് ഉണ്ട്, ആ ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യുന്നതിൽ റെസ്ട്രിക്ഷൻ ഉണ്ടെങ്കിൽ അത് ഏത് കമ്പനിയാണ്? എനി ടൈപ്പ് ഓഫ് കമ്പനി ഏതായിരിക്കും ഒന്ന് പറഞ്ഞേ. റെസ്ട്രിക്ഷൻ ഉള്ളത് പ്രൈവറ്റ് കമ്പനി, വെരി ഗുഡ്. ഫ്രീലി ട്രാൻസ്ഫറബിൾ ആയിട്ടുള്ളത് പബ്ലിക് കമ്പനി, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ അല്ലേ? കപ്പാസിറ്റി ടു സ്യൂ ആൻഡ് ടു ബി സ്യൂഡ്, കേസ് കൊടുക്കാം. കമ്പനിക്ക് വേറെ എതിരെ കേസ് കൊടുക്കാം, വേറെ കമ്പനിക്കെതിരെ കേസ് കൊടുക്കാം, ഒരു കമ്പനിക്കെതിരെ മറ്റേ ആൾക്കാർക്ക് കേസ് കൊടുക്കാം, ഒക്കെ ചെയ്യാം. എങ്ങനെയാണ് കമ്പനി ടെർമിനേറ്റഡ് ആവുക? എല്ലാ മെമ്പേഴ്സും മരിച്ചാൽ പോലും കമ്പനി ടെർമിനേറ്റ് ആവില്ല. ഒന്നുകിൽ വോളണ്ടറിലി വൈൻഡ് അപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ലിക്വിഡേഷൻ. ഈ കടബാധ്യത ഒക്കെ വന്നു കഴിഞ്ഞാൽ മറ്റേ ഓപ്പറേഷൻ ഓഫ് ലോ അല്ലെങ്കിൽ ലിക്വിഡേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്, ഒരു ലീഗൽ പ്രോസസ്സിലൂടെയാണ് ചെയ്യുക. അതിനാണ് ഓപ്പറേഷൻ ഓഫ് ലോ. സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, കോർപ്പറേറ്റ് വേയിലോ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാനില്ല. കമ്പനി വേറെ, മെമ്പേഴ്സ് വേറെ. ഒരു കമ്പനി സ്വന്തം പേരിൽ അറിയപ്പെടും, സ്വന്തമായ റൈറ്റ്സും ലയബിലിറ്റീസും ഒക്കെ ഉണ്ടാവും. കമ്പനിയിൽ നിന്നും മെമ്പറിലേക്കും, മെമ്പറിൽ നിന്നും കമ്പനിയിലേക്കും പ്രോപ്പർട്ടിയോ അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഓക്കെ, അസറ്റ് ഒക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഒരാൾക്ക് ഒരേ സമയം മെമ്പർ ആവാം, കമ്പനിയുടെ ഡയറക്ടർ ആവാം, കമ്പനിയുടെ എംപ്ലോയി ആവാം, കമ്പനിയുടെ ക്രെഡിറ്റർ ആവാം, കമ്പനിയുടെ ഇന്റേണൽ ഓഡിറ്റർ ആവാം, ഒക്കെ ആവാം ഒരേ സമയം. ഓക്കെ, കമ്പനി ഒരിക്കലും മെമ്പേഴ്സിന്റെ ഡയറക്ടേഴ്സിന്റെ ഏജന്റ് അല്ല. ഇത്രയും പ്രിവിലേജ് കൊടുക്കുമ്പോൾ അത് മിസ്യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പൊ അതിനാണ് നമ്മൾ കോർപ്പറേറ്റ് വെയിൽ എന്ന് പറയാം. എന്താ കോർപ്പറേറ്റ് അല്ല മിസ്യൂസ് ചെയ്യുന്ന ഉദ്ദേശിക്കുന്നത്? കോർപ്പറേറ്റ് വെയിൽ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? കമ്പനിയുടെയും മെമ്പേഴ്സിന്റെ ഇടയിൽ ഒരു മറയുണ്ട്. കമ്പനി വേറെ, അതിന്റെ മെമ്പേഴ്സിന്റെ ഇടയിൽ ഒരു വെയിലുണ്ട്. കമ്പനി ചെയ്യുന്ന കാര്യങ്ങൾക്ക് മെമ്പേഴ്സ് പ്രൊട്ടക്റ്റഡ് ആണ്. കമ്പനിയുടെ പേരിൽ ചെയ്യുന്ന കാര്യങ്ങൾക്ക് മെമ്പേഴ്സ് ലയബിൾ അല്ല. ചെയ്യുന്ന ഡയറക്ടേഴ്സിന് കുറച്ച് പണിഷ്മെന്റ് ഉണ്ടാവും, മെമ്പേഴ്സിന് പ്രൊട്ടക്ഷൻ ഉണ്ട്. പക്ഷേ ചില സമയത്ത് ഫ്രോഡ്, ടാക്സ് ഇവേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മെമ്പേഴ്സ് കമ്പനി ഫോം ചെയ്തതെങ്കിലോ മെമ്പേഴ്സ് പ്രൊട്ടക്റ്റഡ് ആണോ, പണിഷബിൾ ആണോ? ടാക്സ് ഇവേഷൻ ചെയ്യാനോ, ഫ്രോഡ് ചെയ്യാനോ, ട്രേഡിംഗ് വിത്ത് എനിമി, അതൊന്നും ഡീറ്റെയിൽ ആയിട്ടൊന്നും നമുക്ക് പഠിക്കാനില്ല. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും ഇല്ലീഗലായ പർപ്പസിന് വേണ്ടിയിട്ടാണ് മെമ്പേഴ്സ് കമ്പനി ഫോം ചെയ്തതെങ്കിൽ മെമ്പേഴ്സ് പണിഷബിൾ ആണ്. അവിടെ എന്ത് ചെയ്യും? അവര് ആ പറയുന്ന കോർപ്പറേറ്റ് വെയിൽ അവർ ലിഫ്റ്റ് ചെയ്യും. അതാണ് ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വെയിൽ. അങ്ങനെയാണെങ്കിൽ കമ്പനി ചെയ്ത കാര്യങ്ങൾക്ക് മെമ്പേഴ്സ് പണിഷബിൾ ആകും, ലയബിൾ ആകും. ഓക്കെ അല്ലേ? സോ ബേസിക്കലി കമ്പനി, അപ്പൊ അതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ പണിഷ്മെന്റിന്റെ കേസ് അല്ല, ജെന്യുവൻ കേസ് പറയാം. സാലമൺ വേഴ്സസ് സാലമൺ ആൻഡ് കമ്പനി ലിമിറ്റഡ്. ഈ പേര് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്ന അറിയോ? സാലമൺ എന്ന് പറയുന്ന ആള് ആ കമ്പനിക്കെതിരെ കേസ് കൊടുത്തു എന്നല്ല അർത്ഥം. സാലമൺ ആൻഡ് കമ്പനി ലിമിറ്റഡ് റേ രണ്ടും രണ്ടാണ്, രണ്ടും വേറെ വേറെയാണ്. ഓക്കെ, സാലമൺ എന്ന് പറയുന്ന ആൾക്ക് സാലമൺ ആൻഡ് കോ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിക്കെതിരെ പോലും കേസ് കൊടുക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് കേസ് കൊടുത്തു എന്നല്ല. അപ്പൊ സാലമൺ വേഴ്സസ് സാലമൺ ആൻഡ് കമ്പനി ലിമിറ്റഡിൽ സാലമൺ എന്ന് പറയുന്ന ആൾ ആ കമ്പനി ഫോം ചെയ്തത് ജെന്യുവിൻ ആണോ, ഫ്രോഡ് ആണോ? ഒന്ന് പറഞ്ഞേ, ജെന്യുവിൻ ആണോ, ഫ്രോഡ് ആണോ? ജെന്യുവിൻ ആണോ, ഫ്രോഡ് ആണോ? സാലമണിന്റെ കേസിൽ അയാൾ കമ്പനി ഫോം ചെയ്ത് ബിസിനസ് ചെയ്തത് ജെന്യുവിൻ ആണോ, ഫ്രോഡ് ആണോ? പക്ക ജെന്യുവിൻ ആണ്, പക്ക ജെന്യുവിൻ ആണ്. പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന കേസാണ്. പക്ഷെ അയാൾ ഫ്രോഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് ക്രെഡിറ്റേഴ്സ് അയാൾക്കെതിരെ കേസ് കൊടുത്തത്. പക്ഷേ കോടതി പറഞ്ഞു എന്താ? ഇറ്റ് വാസ് എ ജെന്യുവിൻ കമ്പനി, ഇറ്റ് ഈസ് എ റിയൽ കമ്പനി ഫുൾഫില്ലിംഗ് ഓൾ ലീഗൽ റിക്വയർമെന്റ്സ്, ഇറ്റ് ഈസ് സെപ്പറേറ്റ് ഫ്രം ഇറ്റ്സ് മെമ്പേഴ്സ്. ഇനി ആരെങ്കിലും ഈ പറയുന്ന ഒരു മറ്റേ ലൂപ്പ് ഹോൾ ഉപയോഗിച്ചിട്ട് ആരെങ്കിലും നമ്മളെ എന്ത് ചെയ്യുകയാണെങ്കിൽ ഫ്രോഡ്, ടാക്സ് ഇവേഷൻ ഒക്കെ ചെയ്യുകയാണെങ്കിൽ മറ്റേത് അല്ലേ, ഒക്കെ അവിടെ കോടതി എന്ത് ചെയ്യും? ആ കോർപ്പറേറ്റ് വെയിൽ ലിഫ്റ്റ് ചെയ്യും. എന്നിട്ട് അതിന്റെ ബാക്കിൽ ആരൊക്കെയാണുള്ളത് നോക്കും, എന്നിട്ട് അവരെ പണിഷ് ചെയ്യും.
ഡീറ്റെയിൽ ആയിട്ട് ഇത് മറ്റേ ഫൗണ്ടേഷനിലാണ് പഠിക്കാനുള്ളത്, ഇന്ററിൽ നമുക്ക് പഠിക്കാനില്ല. അതുകൊണ്ട് ഞാൻ അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. മനസ്സിലായോ? നെക്സ്റ്റ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഡെഫിനിഷൻസ് ആണ്. ഞാൻ കുറേ ടൈമൊന്നും എടുക്കാണ്ട് നമുക്കൊന്ന് കാര്യങ്ങൾ ക്വിക്കായിട്ട് മുന്നോട്ടേക്ക് പോകണം. ഓക്കെ, നമുക്ക് തുടങ്ങിയാലോ? ഷാൽവി. പിന്നെ പല കാര്യം ഓക്കെ, ഞാൻ പറഞ്ഞു എല്ലാ കാര്യങ്ങളും ഫുള്ളായിട്ട് 100% ഫ്രം സ്ക്രാച്ച് ഒരിക്കലും നമുക്ക് ഈ ലിമിറ്റഡ് ടൈമിനുള്ളിൽ തീർക്കാൻ പറ്റൂല. ഓക്കെ, മാത്രമല്ല ഫസ്റ്റ് ടൈമൊക്കെ കേൾക്കുന്നവർക്ക് ചിലപ്പോൾ ചെറിയ ചെറിയ എന്താ പറയുക സ്പീഡിൻ്റെ ഇഷ്യൂ അതൊക്കെ എന്നോട് പറഞ്ഞാൽ ഞാൻ അതിനകത്തായിട്ട് നോക്കാം, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, പക്ഷെ ഫസ്റ്റ് ടൈമേഴ്സ് ഒന്നും കൂടുതൽ ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഫസ്റ്റ് ടൈം എക്സാം എഴുതാൻ പോകുന്ന ആൾക്കാരുണ്ട്, പക്ഷേ എന്തില്ല, ഫസ്റ്റ് ടൈം ഇത് കേൾക്കുന്ന ആൾക്കാർ കൂടുതൽ ഉണ്ടാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം. എങ്ങനെയാണ് നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം? സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നതിൻ്റെ ഇടയ്ക്ക് കൈൻഡ്സ് ഓഫ് കമ്പനിയിലേക്ക് പോകുമ്പോൾ ഏറ്റവും ഈസി ആയിട്ടും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ള 3 ടൈപ്പ് ഓഫ് കമ്പനിയാണ് ഓൺ ദ ബേസ് ഓഫ് മെമ്പേഴ്സ് ഓർ സൈസ്, പ്രൈവറ്റ്, പബ്ലിക്, OPC. ഓക്കെ, ഫസ്റ്റ് തിങ് നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യം കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുക. ഓക്കെ, ഞാൻ പറയുന്ന കാര്യങ്ങൾ വൃത്തിയിൽ മനസ്സിലാക്കുക, കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുക. എവിടെയും നിങ്ങൾക്ക് തന്നെ ഒരു സംശയം തോന്നാൻ പാടില്ല, ഇത് ഇങ്ങനെ തന്നെയാണോ അങ്ങനെ തന്നെയാണോ എന്നുള്ളത്. ഞാൻ നിങ്ങൾക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞുതരും. ഓക്കെ, സോ ഷാൽ വി സ്റ്റാർട്ട്? ഓക്കെ, ഫസ്റ്റ് ടൈം കേൾക്കുന്നവരുണ്ട്, അതായത് 0 ബേസ് ഇതുവരെ ഓക്കെ, ലെറ്റ് സി. നിങ്ങൾ എന്നോട് ക്ലാസ് കഴിഞ്ഞിട്ട് ഫീഡ്ബാക്ക് തരുന്ന സമയത്ത് നിങ്ങൾ എന്നോട് പറഞ്ഞാൽ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ഫീഡ്ബാക്ക് തന്നാൽ മതി. ഓക്കെ, ഒക്കെ ശ്രദ്ധിക്കാം. അപ്പം എൻ്റെ ചോദ്യം ഇതാണ്, നമുക്ക് 3 ടൈപ്പ് ഓഫ് കമ്പനീസിനെ പറ്റി പഠിക്കാനുണ്ട്, പ്രൈവറ്റ്, പബ്ലിക്, OPC. ഓക്കെ, സോ അതിന് ഫസ്റ്റ് തിങ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം ശ്രദ്ധിക്കുക, വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഒരാൾക്ക് ഒറ്റയ്ക്ക് ബിസിനസ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ പണ്ടൊക്കെ ഉണ്ടായിരുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്, ഒരാൾ ഒറ്റയ്ക്ക് ബിസിനസ് ചെയ്യുമ്പോൾ അതിന് നമ്മൾ സോൾ പ്രോപ്പറേറ്റർ എന്നാണ് പറയുക. ഒരാൾ ഒറ്റയ്ക്ക് രജിസ്ട്രേഷൻ ഒന്നും ഇല്ലാണ്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ നമ്മൾ SP അല്ലെങ്കിൽ സോൾ പ്രോപ്പറേറ്റർ എന്നാണ് വിളിക്കുക. സോൾ പ്രോപ്പറേറ്റർ എന്ന് പറയുന്നത് അഡ്വാൻറ്റേജസ് ഇഷ്ടം പോലെ ഉണ്ട്. എൻ്റെ ബിസിനസ് ഞാൻ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യും, മൈ ലൈഫ് മൈ റൂൾസ്, മൈ ഡിസിഷൻ, മൈ കമ്പനി അല്ലെങ്കിൽ മൈ ബിസിനസ് മൈ ഡിസിഷൻ. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, സോൾ പ്രോപ്പറേറ്റർഷിപ്പിന് എന്തെങ്കിലും ഡിസ്അഡ്വാൻറ്റേജ് ഉണ്ടോ? ഒന്ന് ഫാസ്റ്റ് ആയിട്ട് പറ. ഒരാൾ രജിസ്ട്രേഷൻ ഒന്നും ഇല്ലാണ്ട് ഒറ്റയ്ക്ക് ഒരു ബിസിനസ് ചെയ്യുന്നതിന് എന്തെങ്കിലും ഡിസ്അഡ്വാൻറ്റേജ് ഉണ്ടോ? അൺലിമിറ്റഡ് ലയബിലിറ്റി. അയാൾ എവിടെന്നെങ്കിലും 1 കോടി കടം വാങ്ങിച്ചു, എന്നിട്ട് അയാളുടെ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു, പടക്കം വാങ്ങിച്ചു, പടക്കം ഒരു ദിവസം അറിയാണ്ട് പടക്കമൊക്കെ പൊട്ടി. അങ്ങനെയാണെങ്കിൽ പടക്കം പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വെദർ ആ പറയുന്ന 1 crore rupees അയാൾ തിരിച്ചടക്കണോ വേണ്ടിയോ? അയാൾക്ക് ആ 1 crore പറ്റി അതിനെക്കൊണ്ട് ഒരു ഉപകാരവും വന്നിട്ടില്ല. ആ 1 crore rupees അയാൾ തിരിച്ചടക്കണോ വേണ്ടിയോ? ആ 1 crore rupees അയാൾ തിരിച്ചടക്കണം. അയാൾ അഥവാ അത് തിരിച്ചടച്ചിട്ടില്ലെങ്കിൽ ആൾക്കാർക്ക് എന്ത് ചെയ്യാം? അയാളുടെ പ്രോപ്പർട്ടി, അയാളുടെ വീട്, അയാളുടെ മറ്റുള്ള അസറ്റിൽ നിന്നും അത് റിക്കവർ ചെയ്യാൻ പറ്റും. അൺലിമിറ്റഡ് ലയബിലിറ്റി. ബിസിനസ്സിന് നോ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. അയാൾക്ക് എന്തെങ്കിലും മരണമോ മറ്റൊക്കെ സംഭവിച്ചാൽ ബിസിനസ് അവിടെ സ്റ്റോപ്പായി. നോ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. ക്ലിയർ ആണോ മക്കളെ? അതാണ് സോൾ പ്രോപ്പറേറ്റർഷിപ്പിന്റെ പ്രശ്നം. അപ്പൊ അതിനുള്ള സൊല്യൂഷൻ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ? കമ്പനി ഫോം ചെയ്യുക. പക്ഷെ കമ്പനി ഫോം ചെയ്യുമ്പോഴുള്ള പ്രശ്നം പറയട്ടെ, പണ്ട് 1956 ഒക്കെ പ്രകാരം 2 ടൈപ്പ് ഓഫ് കമ്പനീസ് ഉണ്ടായിരുന്നുള്ളൂ, ഒന്നുകിൽ പ്രൈവറ്റ്, മറ്റൊന്ന് പബ്ലിക്. റീസെന്റ് എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ അടുത്തേക്ക് ഒരു വർക്കുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവൻ പറഞ്ഞൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, അവന്റെ ബിസിനസ്സിൽ അവനക്ക് അത്രയും ഇൻവെസ്റ്റ്മെന്റോ അല്ലെങ്കിൽ പല ആൾക്കാരും പല ഓഫേഴ്സോ ആയിട്ട് വരുന്നുണ്ട്. ഭയങ്കര ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ബിസിനസ് ആണ്. ഡീറ്റെയിൽസ് ഒന്നും ഞാൻ കൂടുതൽ പോകുന്നില്ല. അപ്പൊ അവൻ പറഞ്ഞെന്താ അറിയാം, ഇതുവരെ ഞാൻ 1 രൂപ പോലും ഇൻവെസ്റ്റ്മെന്റ് എടുത്തിട്ടില്ല, ആരെയും ഞാൻ ഇതിൽ ബിസിനസ്സിൽ എൻ്റെ പങ്കാളികളാക്കിയിട്ടില്ല, പാർട്ട്ണർഷിപ്പോ കമ്പനി എന്തോ ആയിക്കോട്ടെ. അവൻ അവന്റെ സ്വന്തം പേരിലാണ് കമ്പനി തുടങ്ങിയിട്ടുള്ളത്. എന്തുകൊണ്ടാണെന്നറിയോ? അതിൽ മറ്റൊരാൾ ഇടപെടുന്നത് എനിക്ക് ഇഷ്ടമല്ല. അവനോട് മറ്റൊരാളോ ഇങ്ങനെ ചെയ്യാം എങ്ങനെ ചെയ്യാം, എൻ്റെ പൈസ കൂടി ഇല്ലേ എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ പ്രശ്നം എന്താ അറിയോ, പണ്ട് കമ്പനീസ് ആക്ട് 1956 പ്രകാരം 2 ടൈപ്പ് ഓഫ് കമ്പനീസ് ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് പ്രൈവറ്റ്, മറ്റൊന്ന് പബ്ലിക്. പ്രൈവറ്റ് ആണെങ്കിൽ മിനിമം 2 പേര് വേണം. ഓക്കെ, പബ്ലിക് ആണെങ്കിൽ മിനിമം 7 പേര് വേണം. അപ്പോൾ ഒരാൾക്ക് ഒറ്റയ്ക്ക് ബിസിനസ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നില്ല. 2013 അതിന് സൊല്യൂഷൻ വന്നു. ആ സൊല്യൂഷനെ നമ്മൾ എന്ത് വിളിക്കും? ഒരാൾക്ക് ഒറ്റയ്ക്ക് സ്വന്തമായിട്ട്, സ്വന്തം പേരെന്ന് വെച്ചാൽ സ്വന്തം പേര് വെച്ചിട്ടല്ല, സാധാരണ കമ്പനീസിന്റെ പേര്, സാധാരണ കമ്പനീസിന് ഉണ്ടാകുന്ന പോലെ തന്നെ പേര് MCA എന്ന് രജിസ്റ്റർ ചെയ്തെടുത്തിട്ട് അപ്ലൈ ചെയ്ത് റിസർവ് ചെയ്തിട്ട് കമ്പനീസ് തുടങ്ങാം. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് 1 person കമ്പനി. അപ്പൊ അതിന് അതിൻ്റെതായ കുറച്ച് മറ്റേ ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കതിന് നമ്മൾ ഒറ്റക്കാണ് കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്, നമുക്ക് എന്ത് വേണമെങ്കിൽ സംഭവിക്കാം. സോ ഇന്ന് ഞാൻ മെമ്പർ ആണെങ്കിൽ നാളെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ മറ്റൊരാൾ എനിക്ക് പകരം മെമ്പർ ആവണം. അയാളെ ഞാൻ ആദ്യമേ തീരുമാനിക്കണം. അയാളെ നമ്മൾ വിളിക്കുന്ന പേരാണ് നോമിനി എന്ന് പറയും, അല്ലേ? അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ബേസിക് ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പൊ 1 person കമ്പനിയിൽ മെമ്പർ ഉണ്ടാവും,
അതേപോലെ തന്നെ നോമിനി ഉണ്ടാവും. രണ്ടാൾക്കും കുറച്ച് ക്രൈറ്റീരിയാസ് പറയുന്നുണ്ട്, അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഒരാൾക്ക് എത്ര കമ്പനിയിൽ OPC മെമ്പർ ആവാം, ഒരാൾക്ക് എത്ര OPC നോമിനി ആവാം എന്നൊക്കെ സ്പെസിഫിക്കലി റൂൾസ് ഉണ്ട്. ഓക്കെ, ഇനി അഥവാ മെമ്പർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നോമിനി മെമ്പർ ആവുന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നു. പിന്നെ നോമിനിയുടെ കൺസെന്റിന്റെ കാര്യം പറയുന്നുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ഓക്കെ, CA ഇന്ററിന്റെ ലോ എന്ന് പറയുന്നത് അത്രയും സ്ട്രേറ്റ് ഫോർവേഡ് ആണ്. CMA ഒക്കെ പോലെ കുറെ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. നിങ്ങൾ വളരെ അയക്കാര്യത്തിൽ നിങ്ങൾ ബ്ലെസ്ഡ് ആണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ പ്രൈവറ്റ് കമ്പനി മിനിമം 2 ആണ്, മാക്സിമം 200 പറ്റുള്ളൂ. മിനിമം 2, മാക്സിമം 200. അവസാനമായിട്ട് പബ്ലിക് കമ്പനി എന്ന് പറഞ്ഞാലോ മിനിമം 7, മാക്സിമം എന്ന് പറയുന്നതോ അൺലിമിറ്റഡ് ആണ്. അൺലിമിറ്റഡ്. അപ്പൊ നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് പറയാം കേട്ടോ, ഒരുപാട് എക്സാമ്പിൾസ് പറയാം. ഓക്കെ, ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ നിങ്ങളോട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ 18 നവംബർ നമുക്ക് അറിയാലോ, രണ്ട് കമ്പനീസിനെ പറ്റി ഞാൻ നിങ്ങളോട് മെൻഷൻ ചെയ്യാം. അതൊക്കെ നമുക്ക് ഇനി വരാവുന്ന ക്ലാസ്സുകളിലൊക്കെ അത് നിർബന്ധമായിട്ട് നമുക്ക് ആവശ്യമാണ്. അതാണ് ഫിസിക്സ് വാല എന്ന് പറയുന്ന ഒരു കമ്പനി, PW ഫിസിക്സ് വാല പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട്. ഇന്നലെ നിങ്ങൾ അതിന്റെ എന്തെങ്കിലും ന്യൂസ് കേട്ടിട്ടുണ്ടാവും. ഫിസിക്സ് വാല എന്തായി മാറി? ലിസ്റ്റഡ് ആയി മാറി, ലിസ്റ്റഡ് കമ്പനിയായി മാറി. ലിസ്റ്റഡ് ആയി മാറിക്കഴിഞ്ഞാലുള്ള ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫിസിക്സ് വാലക്ക് ഇനി പബ്ലിക്കിൽ നിന്നും ആരിൽ നിന്ന് വേണമെങ്കിലും ഫണ്ട് റിസീവ് ചെയ്യാൻ പറ്റും. സ്റ്റോക്ക് മാർക്കറ്റിൽ, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റഡ് ആയി എന്നർത്ഥം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഫിസിക്സ് വാല ഇത്രയും കാലം എന്ത് കമ്പനി ആയിരുന്നു? പ്രൈവറ്റ് ആയിരുന്നു. മിനിമം 2 പേഴ്സൺസ് ആയിരുന്നു, മാക്സിമം 200 മെമ്പേഴ്സ് ആയിരുന്നു. എന്നാൽ ലിസ്റ്റഡ് ആയി കഴിഞ്ഞാലുള്ള അല്ലെങ്കിൽ പബ്ലിക് ആയി മാറിക്കഴിഞ്ഞാൽ എന്താ? മിനിമം 7, മാക്സിമമോ അൺലിമിറ്റഡ്. എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, നിങ്ങളുടെ പാരന്റ്സിന് ഇൻവെസ്റ്റ് ചെയ്യാം, ആർക്ക് വേണമെങ്കിൽ അത് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പൊ പബ്ലിക് കമ്പനി എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. അപ്പൊ ഞാൻ ആ പബ്ലിക് കമ്പനിയുടെ ഷെയർസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ എനിക്ക് അത് ആർക്ക് വേണമെങ്കിലും, അത് ആ കമ്പനിയിൽ തന്നെയുള്ള മറ്റൊരു മെമ്പർക്ക് സെല് ചെയ്യാം, പുറത്തുള്ള ആൾക്കാർക്ക് സെല് ചെയ്യാം. നോ റെസ്ട്രിക്ഷൻ ഓൺ ട്രാൻസ്ഫർ ഓഫ് ഷെയർസ്. യെസ് ഓർ നോ? സോ ഞാൻ നിങ്ങൾക്ക് കുറച്ച് റിയൽ ലൈഫ്, ഇത് ഞാൻ ഒരു കമ്പനിയുടെയും പ്രൊമോഷന് വേണ്ടിയിട്ടൊന്നും ചെയ്യുന്നൊന്നുമല്ല. ഓക്കെ, ഐ വാസ് എ ഫോർമർ എന്താ, ഞാനും മറ്റേ സൈലത്തിന്റെ ഭാഗം ആണെന്ന് പറയാം. ഓക്കെ, ഫുൾ ടൈം അല്ല, ഫുൾ ടൈം അസോസിയേറ്റഡ് അല്ല, പക്ഷെ ഞാൻ അവിടെ വർക്ക് ചെയ്തിട്ടുള്ള ആളായതുകൊണ്ട് സൈലം, ഫിസിക്സ് വാല റിലേറ്റഡ് കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറെ കാര്യങ്ങൾ ലിങ്ക് ചെയ്യാൻ പറ്റും. ഹോൾഡിംഗ് കമ്പനി, സബ്സിഡറി എന്നൊക്കെ പറയുന്നതിലൊക്കെ നമുക്ക് അതിന്റെ ആവശ്യമുണ്ട്. ഓക്കെ, യെസ് ഓർണോ? അപ്പൊ അത് ശരി. ഞാൻ എന്താ വെച്ചാൽ ഞാൻ UAE മൈഗ്രേറ്റ് ചെയ്തത് കൊണ്ടും മറ്റുള്ള കാരണങ്ങൾ കൊണ്ടൊക്കെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഫുൾ ടൈം ഫാക്കൽറ്റി എന്നുള്ള രീതിയിൽ മാറിയിട്ടുണ്ട്. എന്നാലും അതിന്റെ എക്സാമ്പിൾസ് ഒക്കെ നമുക്ക് കണക്ട് ചെയ്ത് പറയാൻ പറ്റും. ഫിസിക്സ് വാല, സൈലം. ഓക്കെ, സോ ഫിസിക്സ് വാല ഇപ്പൊ എന്ത് കമ്പനിയാണ്? പ്രൈവറ്റ് ആണോ പബ്ലിക് ആണോ? ഫിസിക്സ് വാല ലിസ്റ്റഡ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ലിസ്റ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ? മറ്റേ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റഡ് ആയിട്ടുണ്ട്. ഇനി കോടിക്കണക്കിന് ആൾക്കാർക്ക് വേണമെങ്കിൽ ഒരു രൂപ എന്നല്ല, മിനിമം ഇൻവെസ്റ്റ്മെന്റിൽ അവരിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, അവരുടെ മെമ്പറായി മാറാം. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, ഫിസിക്സ് വാല ഇപ്പം പ്രൈവറ്റ് ആണോ പബ്ലിക് ആണോ? ഒബ്വിയസ്ലി അബ്സല്യൂട്ട്ലി പബ്ലിക് കമ്പനിയാണ്. പബ്ലിക് കമ്പനി. ഓക്കെ, പബ്ലിക് ആണ്, റൈറ്റ്. അപ്പൊ എന്താണ് പ്രൈവറ്റ്, പബ്ലിക് എന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആദ്യം മറ്റേ പ്രൈവറ്റ് പബ്ലിക്കുകളൊക്കെ പോകുന്നതിന് മുന്നേ 1 പേഴ്സൺ കമ്പനി വെച്ചിട്ട് തുടങ്ങിയാൽ പോരെ? ഏറ്റവും ബെസ്റ്റ്. ഓക്കെ അല്ലേ? റെഡി? സോ 1 പേഴ്സൺ കമ്പനി, ഒരാൾ ഒറ്റക്ക് കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന് നമ്മൾ 1 പേഴ്സൺ കമ്പനി എന്ന് പറയും. മെമ്മറാണ്ടം ഓഫ് അസോസിയേഷനിലെ സബ്സ്ക്രിപ്ഷൻ ക്ലോസ് എന്ന് പറയുന്ന ഒരു ക്ലോസ് ഉണ്ട്. പ്രൈവറ്റ് കമ്പനിയിൽ മിനിമം 2 പേരെങ്കിലും സബ്സ്ക്രിപ്ഷൻ ക്ലോസിൽ പേരെഴുതി ഒപ്പിടണം. പബ്ലിക് കമ്പനിയിലെ മിനിമം 7 പേരെങ്കിലും സബ്സ്ക്രിപ്ഷൻ ക്ലോസിൽ പേരെഴുതി ഒപ്പിടണം. അല്ലെങ്കിൽ കമ്പനീസ് ഒക്കെ ആണെങ്കിൽ കോമൺ സീൽ ഉണ്ടാവണം. അതേസമയം OPCന്റെ കേസിൽ ഒരാളെ ഉണ്ടാവുള്ളൂ സബ്സ്ക്രൈബ് ചെയ്യുന്നുള്ളൂ, അയാളാണ് കമ്പനിയുടെ മെമ്പർ, OPCയുടെ മെമ്പർ. OPCയിലും ലിമിറ്റഡ് ബൈ ഷെയർസ്, ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി, അൺലിമിറ്റഡ് ഒക്കെ ഉണ്ട്. ഓക്കെ, ബ്രാക്കറ്റിൽ എന്ത് കൊടുക്കണം? OPC എന്നുള്ളത് കൊടുക്കണം. എന്താ പറഞ്ഞേ? OPCന്റെ ബ്രാക്കറ്റിൽ കൃത്യമായിട്ട് കൊടുക്കണം. The words 1 person company shall be mentioned in bracket wherever it is printed or engraved. 1 person company എന്ന് പറയുന്നത് കാരണം എന്താ അറിയോ? ഇപ്പൊ ഞാനൊരു 1 person company സ്റ്റാർട്ട് ചെയ്താൽ എന്റെ OPCയുടെ പേര് അബൂബക്കർ OPC എന്നായിരിക്കോ? യെസ് ഓർ നോ? ഞാനൊരു OPC സ്റ്റാർട്ട് ചെയ്താൽ എൻ്റെ പേര് അബൂബക്കർ OPC. ഇപ്പൊ ഷാനിദ ഒരു OPC സ്റ്റാർട്ട് ചെയ്താൽ അതിന് ഷാനിദ OPC. അമീർ ആണെങ്കിൽ അതിന് അമീർ OPC. ഇസബൽ OPC. ലക്ഷ്മി ആണെങ്കിൽ ലക്ഷ്മി OPC. സിബ ഫാത്തിമ OPC. അങ്ങനെയാണ് ഉണ്ടാവുക. അങ്ങനെയാണെങ്കിലുള്ള പ്രശ്നം എന്താ? എത്ര ആൾക്കാരുണ്ട് ഷാനിദ, എത്ര അമീർ ഉണ്ട് അല്ലെ, എത്ര ലിയാന ഉണ്ട്, എത്ര ഫിറോസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, OPC ആണെങ്കിലും പേരങ്ങനെ തന്നെയാ. റോയൽ അല്ലെങ്കിൽ റിലയൻസ്, ടാറ്റ, ഇൻഫോസിസ്, വാട്ടെവർ കമ്പനിയുടെ പേരെന്താണോ ആ പേര് വെച്ചിട്ടാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യുക. ബ്രാക്കറ്റിൽ എന്ത് കൊടുത്താൽ മതി? 1 പേഴ്സൺ കമ്പനി എന്ന് കൊടുക്കാം. ഓക്കെ, 1 പേഴ്സൺ കമ്പനിയുടെ നേച്ചർ എന്ന് പറയുന്നത് എന്താ? പ്രൈവറ്റ് കമ്പനി ആണോ? അതെ, ആൻസർ ആണ് യെസ്. പ്രൈവറ്റ് കമ്പനി ഉദ്ദേശിക്കുന്നത് പക്ക പ്രൈവറ്റ് ആണെന്നല്ല അർത്ഥം. പിന്നെയോ ഒരു പ്രൈവറ്റ് കമ്പനിയുടെ നേച്ചർ ആണ്.
ഈ പറയുന്ന OPCക്ക്. കാരണം ഒരാളല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഓൾമോസ്റ്റ് പബ്ലിക് പോലെയല്ല, ഒരു പ്രൈവറ്റ് കമ്പനീനെ പോലെയാണ് ഈ കമ്പനി ഉണ്ടാവുക. അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? നോമിനി ക്ലോസ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. OPCന്റെ മെമ്മറാണ്ടത്തിൽ നോമിനി ക്ലോസ് ഉണ്ടാവും. ആരാണോ മറ്റേ സബ്സ്ക്രൈബറുടെ മെമ്പറുടെ ഡെത്തിന്റെ കേസിൽ, ഇൻകപ്പാസിറ്റിന്റെ കേസിൽ നാളെ ആരാണോ മെമ്പർ ആവാൻ പോകുന്നത് അയാളെ നമ്മൾ ഇന്ന് വിളിക്കുന്ന പേരാണ് നോമിനി. ഇന്നത്തെ നോമിനി ചിലപ്പോൾ നാളത്തെ മെമ്പർ ആവാം. ഓക്കെ, നോമിനിയുടെ കൺസെന്റ് കൂടി നമ്മൾ എന്ത് ചെയ്യണം? ഒബ്റ്റെയിൻ ചെയ്തിട്ട് അത് ROCനെ അറിയിക്കണം. ROC എന്ന് വെച്ച് കഴിഞ്ഞാൽ രജിസ്ട്രാർ ഓഫ് കമ്പനി. എല്ലാ കമ്പനീസിന്റെയും റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു കസ്റ്റോഡിയൻ ഓഫ് റെക്കോർഡ്സ് ആണ് രജിസ്ട്രാർ. ഓഫീസറാണ് രജിസ്ട്രാർ. ഈ രജിസ്ട്രാറുടെ റോളൊക്കെ സെൻട്രൽ ഗവൺമെന്റ് കൊടുത്തതാണ്. ഇപ്പൊ ഒക്കെ ഓൺലൈനായിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുക. നോമിനിക്ക് എപ്പോൾ വേണമെങ്കിലും അയാളുടെ കൺസെന്റ് വിഡ്രോ ചെയ്യാം. അയാൾ എന്ത് ചെയ്താൽ മതി? OPCനെ അറിയിച്ചാൽ മതി. അങ്ങനെ വിഡ്രോ ചെയ്താൽ OPC അത് ആരെ അറിയിക്കുക? ROCനെ അറിയിക്കുക. പുതിയൊരു നോമിനീനെ വെക്കുക. മെമ്പർ പുതിയൊരു നോമിനീനെ വെക്കുക. ഓക്കെ, മെമ്പർക്ക് എന്ത് ചെയ്യാം? നോമിനീനെ മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് ആരെ അറിയിച്ചാൽ മതി? അത് മെമ്മറാണ്ടത്തിലെ നോമിനി ക്ലോസിൽ മാറ്റം വരുത്തുക. എന്നിട്ട് അത് ആരെ അറിയിക്കുക? ROCനെ അറിയിക്കുക. പിന്നെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താ അറിയോ? നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ആൾട്ടറേഷൻ ഓഫ് മെമ്മറാണ്ടം. മെമ്മറാണ്ടം ആൾട്ടർ ചെയ്യുക എന്ന് പറയുന്നത് ഒരു പ്രൊസീജിയറാണ്. ഓക്കെ, പണ്ട് കാലത്ത് അത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു. ഇപ്പൊ കുറച്ചും കൂടി സിമ്പിൾ ആയി. എന്നാൽ പോലും മെമ്മറാണ്ടം ആൾട്ടർ ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്, കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. പക്ഷെ ഇവിടെ പറയുന്നത് എന്താ അറിയോ? OPCന്റെ കേസിൽ ഭയങ്കര സിംപ്ലിഫൈഡ് ആണ്. ഈ OPC എന്നുള്ള കോൺസെപ്റ്റിന് എന്തിനാ കൊണ്ടുവന്നേ? ഈ ബിസിനസ് എന്ന് പറയുന്നത് ഈസി ആക്കാനാണോ ഡിഫിക്കൽട്ട് ആക്കാനാണോ? വാട്ട് ഡു യു തിങ്ക്? OPC എന്നുള്ള കോൺസെപ്റ്റ് കൊണ്ടുവന്നത് തന്നെ ബിസിനസിനെ ഈസി ആക്കാനാണോ ഡിഫിക്കൽട്ട്? ബിസിനസിനെയും കംപ്ലൈൻസിനെയും മറ്റുള്ള കാര്യങ്ങളൊക്കെ അല്ലെ, ബിസിനസ് റിലേറ്റഡ് ആയ എന്ത് കാര്യങ്ങളും ഈസ് ഓഫ് ബിസിനസ് ആണ് OPCയുടെ കോൺസെപ്റ്റ്. ഇപ്പൊ ഈ OPC തുടങ്ങുന്ന ആൾക്ക് വളരെ റിലാക്സ്ഡ് ആയിട്ട് കംഫർട്ടബിൾ ആയിട്ട് ബിസിനസ്സിൽ ഫോക്കസ് ചെയ്യാൻ പറ്റണം. അവിടെ പ്രൊസീജിയേഴ്സ് അയാൾക്ക് ഒരു തടസ്സമാവാൻ പാടില്ല. അതിപ്പോ നോമിനിനെ വെക്കുന്നതാണെങ്കിലും നോമിനിനെ മാറ്റുന്നതാണെങ്കിലും എന്താണെങ്കിലും. ഇപ്പൊ സാധാരണ കമ്പനീസ് ആക്ടില് ആൾട്ടറേഷൻ ഓഫ് മെമ്മറാണ്ടം എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ആണ്, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, കുറച്ചധികം പ്രൊസീജിയേഴ്സ് ഒക്കെ വരുന്നുണ്ടെങ്കിലും ചില കേസിൽ നിങ്ങൾക്ക് അറിയാലോ, ചില കേസിൽ ന്യൂസ് പേപ്പർ അഡ്വർടൈസ്മെന്റ് അടക്കം വരുന്നുണ്ട് ചില കേസിൽ. അപ്പൊ അതൊന്നും ഇല്ലാണ്ട് സിമ്പിൾ ആയിട്ട് ROCനെ അറിയിക്കലോടുകൂടി മെമ്മറാണ്ടത്തിൽ മാറ്റം വരുന്നതിനെ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നോമിനിനെ മാറ്റം. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സച്ച് എനി ചേഞ്ച് ഇൻ ദ നെയിം ഓഫ് ദ നോമിനി ഷാൽ നോട്ട് ബി ഡീംഡ് ടു ബി ആൻ ആൾട്ടറേഷൻ ഓഫ് മെമ്മറാണ്ടം. നമ്മൾ സെക്ഷൻ 13 പറയുന്ന മെമ്മറാണ്ടത്തിന്റെ കാര്യങ്ങളൊന്നും എന്ത് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ആൾട്ടറേഷൻ ആയിട്ട് ബന്ധപ്പെട്ട വല്ല ടെക്നിക്കൽ കാര്യങ്ങളൊന്നും ഏതിന്റെ കേസിൽ വരുന്നില്ല? നോമിനിന്റെ കേസിൽ വരുന്നില്ല. ഓക്കെ ഓക്കെ ആണോ? മനസ്സിലായോ മക്കളെ? ക്ലിയർ ആണല്ലോ? അപ്പൊ അങ്ങനത്തെ ടെക്നിക്കൽ ആയിട്ടുള്ള വലിയ പ്രൊസീജിയേഴ്സ് വരുന്നില്ല എന്നാണ് അർത്ഥം. ഈസി ആണെന്ന് അർത്ഥം. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇതിൽ പറയാനുള്ള കാര്യങ്ങൾ ഇതാ. അതോടുകൂടി OPC കഴിയും. വെരി ഇമ്പോർട്ടൻറ്റ് തിങ് അബൌട്ട് OPC ഈസ് കുറച്ച് കണ്ടീഷൻസ് പറയുന്നുണ്ട്. ഒന്ന്, ഒരാൾക്ക് ഒരു OPC തുടങ്ങണമെങ്കിലോ മറ്റൊരാളുടെ OPCയിൽ നോമിനി ആവണമെങ്കിലോ കുറച്ച് കണ്ടീഷൻസ് നിർബന്ധമായിട്ടും സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യാണ്ട് ഒരാൾക്ക് OPCയിൽ മെമ്പർ ആവാനോ നോമിനി ആവാനോ പാടില്ല. അതിൽ ഒന്നാമത്തെ കാര്യമാണ് OPC തുടങ്ങുന്ന ആളോ അല്ലെങ്കിൽ OPC എന്താ പറയുക OPCയിൽ നോമിനി ആയിട്ടുള്ള ആളോ രണ്ടാൾക്കാരും നാച്ചുറൽ പേഴ്സൺസ് ആയിരിക്കണം. നാച്ചുറൽ പേഴ്സൺസ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ എനിക്ക് തരണം. നാച്ചുറൽ പേഴ്സൺ ഒരു NP ഒരു എക്സാമ്പിൾ തരണം. ആർട്ടിഫിഷ്യൽ പേഴ്സൺ AP ഒരു എക്സാമ്പിൾ പറ. നാച്ചുറൽ പേഴ്സൺ എന്ന് പറയുന്നത് നമ്മളെപ്പോലുള്ള ആൾക്കാരാണ്. ഇൻഡിവിജ്വൽസ് ഒക്കെ നാച്ചുറൽ പേഴ്സൺസ് ആണ്. വെരി ഗുഡ്, നാച്ചുറൽ പേഴ്സൺ ആണ്. ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്ന് പറയുന്നത് കമ്പനി വരും, LLP ഒക്കെ വരും. ഓക്കെ, സോ ക്വാളിഫിക്കേഷൻ ഓഫ് മെമ്പർ ആൻഡ് നോമിനി പറയുമ്പോൾ നാച്ചുറൽ പേഴ്സൺ എന്ന് പറയുമ്പോൾ ആര് എലിജിബിൾ ആണ്? നമ്മളെപ്പോലുള്ള ഇൻഡിവിജ്വൽസ് എലിജിബിൾ ആണ്. അതേസമയം കമ്പനി അതേപോലെ LLP ഡിസ്ക്വാളിഫൈഡ് ആണ്, ഇൻഎലിജിബിൾ ആണ്, പറ്റൂല. ഓക്കെ, സോ ചില സമയത്ത് എലിജിബിൾ ആവുന്നതിനെ പറ്റി നമ്മൾ പഠിക്കും, ചില സമയത്ത് എലിജിബിൾ ആവാത്തതിനെ പറ്റി പഠിക്കും. ഇവിടെ നമ്മളെ പോലുള്ള മനുഷ്യന്മാർ എലിജിബിൾ ആണ്, എന്നാൽ കമ്പനി LLP ഒന്നും എലിജിബിൾ അല്ല. ഓക്കെ, അടുത്തായിട്ട് ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. ആര് പറ്റൂല? ഫോറിൻ സിറ്റിസൺ പറ്റൂല. സിറ്റിസൺഷിപ്പ് ആണ് കാര്യം, ഫോറിൻ സിറ്റിസൺ പറ്റൂല, ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. സോ ഫസ്റ്റ് തിങ് നാച്ചുറൽ പേഴ്സൺ ആയിരിക്കണം, ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. പിന്നെ ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ് മൈനർ ആവാൻ പാടില്ല. മൈനർ
ഒരു മൈനർക്ക് ഒരിക്കലും ഒ പി സിയിലെ മെമ്പറോ നോമിനി ആവാൻ പറ്റൂല. ഈവൻ ബെനിഫിഷ്യൽ ഇൻട്രസ്റ്റ് കൊടുക്കാൻ പോലും പാടില്ല. നമ്മൾ പണ്ടൊക്കെ പഠിക്കുന്നുണ്ട്, പാർട്ട്ണർഷിപ്പിൽ വേണമെങ്കിൽ നമുക്ക് മൈനറെ പാർട്ട്ണർ ആക്കാം വിത്ത് ബെനിഫിറ്റ്സ്. പക്ഷേ ഇവിടെ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഇല്ല. ഒരു മൈനർക്ക് ഒരിക്കലും ഈവൻ ബെനിഫിഷ്യൽ ഇൻട്രസ്റ്റോട് കൂടി പോലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ഒ പി സിയില് മെമ്പറോ നോമിനി ആവാൻ പറ്റൂല എന്നർത്ഥം. ക്ലിയർ ആണോ? ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിൽ എനിക്ക് പറയാനുള്ള കാര്യം, എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ് മക്കളെ, ശ്രദ്ധിക്കുക. ശ്രദ്ധിച്ചിട്ട് ആൻസർ ചെയ്തതിന് ശേഷം പറയാം. ഓക്കെ, ഒരു ഒ പി സിയിലെ മെമ്പറോ നോമിനിയോ ആവണമെങ്കിൽ മിനിമം എത്ര ഡേയ്സ് ഞാൻ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ ഇന്ത്യയിൽ സ്റ്റേ ചെയ്തിട്ടുണ്ടാവണം? ഓപ്ഷൻസ് ഞാൻ തരാം. 120 ഡേയ്സ്, 182 ഡേയ്സ്, 183 ഡേയ്സ്, 0 ഡേയ്സ്. ഒരു ഓഫീസിലെ മെമ്പറോ അല്ലെങ്കിൽ ഒരു ഓഫീസ് എനിക്ക് മെമ്പറായിട്ട് തുടങ്ങാനോ അല്ലെങ്കിൽ മറ്റൊരു ഒരു ഓഫീസിലെ നോമിനി ആവാനോ ഞാൻ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ എത്ര ഡേയ്സ് ഇന്ത്യയിൽ സ്റ്റേ ചെയ്തിട്ടുണ്ടാവണം? 120 ഡേയ്സ് ആണോ? അല്ല. 180 ആണോ? അല്ല. 183 ആണോ? അല്ല. 182 ആണോ? അല്ല. ദി ആൻസർ ഈസ് 0 ഡേയ്സ്. 0 ഡേയ്സ്. കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ 120 ഡേയ്സ് ഓർ മോർ സ്റ്റേ ചെയ്ത ആളെ നമ്മൾ വിളിക്കുന്ന പേരാണ് റെസിഡന്റ്. കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ 120 ഡേയ്സ് ഓർ മോർ സ്റ്റേ ചെയ്ത ആളെ നമ്മൾ വിളിക്കുന്ന പേരാണ് റെസിഡന്റ്. കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ 120 ഡേയ്സ് എങ്കിലും സ്റ്റേ ചെയ്ത ആളെ നമ്മൾ റെസിഡന്റ് ഇൻ ഇന്ത്യ എന്ന് വിളിക്കും. പക്ഷേ ഒ പി സിയിലെ മെമ്പറോ നോമിനി ആവാൻ റെസിഡന്റ് ആവണം എന്നില്ല. റെസിഡന്റ് മേ ബി റെസിഡന്റ് ഓർ നോൺ റെസിഡന്റ്, വെദർ റെസിഡന്റ് ഇൻ ഇന്ത്യ ഓർ അതർവൈസ്. ദാറ്റ് ഈസ് നമ്പർ ഓഫ് ഡേയ്സ് സ്റ്റേഡ് ഇൻ ഇന്ത്യ ഡ്യൂറിംഗ് ദ പ്രിസീഡിംഗ് ഫിനാൻഷ്യൽ ഇയർ ഈസ് ഇറലവന്റ്. അതാണ് പുതിയ മാറ്റം. കോവിഡ് ഒക്കെ വന്നതിന് ശേഷം ഇവർ കൊണ്ടുവന്ന മാറ്റമാണ്. ഒരു ഒ പി സിയിലെ മെമ്പറോ നോമിനിക്കോ കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ ഇത്ര ഡേയ്സ് സ്റ്റേ ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഇപ്പൊ ഞാൻ ഇന്ത്യയിൽ ഒരു ഒ പി സി ഫോം ചെയ്തു, ഞാൻ എന്നിട്ട് അബ്രോഡേക്ക് എൻ്റെ വൈഫ് ഫാമിലി ആയിട്ട് മൈഗ്രേറ്റ് ചെയ്തു. ഏതോ ഒരു വർഷം ഞാൻ ഇന്ത്യയിൽ 0 ഡേയ്സ് ഉണ്ടായിട്ടുള്ളൂ നെക്സ്റ്റ് ഇയറിൽ. എന്നാൽ പോലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒ പി സിയിലെ മെമ്പർഷിപ്പ് അല്ലെങ്കിൽ നോമിനേഷൻ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. 0 ഡേയ്സ്. 0 ഡേയ്സ്. ക്ലിയർ ആണോ? ബുദ്ധിമുട്ടില്ലല്ലോ? ഓക്കെ അല്ലേ? റെസിഡന്റ് ഇൻ ഇന്ത്യ മീൻസ് എ പേഴ്സൺ സ്റ്റേഡ് ഇൻ ഇന്ത്യ. 120 ഡേയ്സ് ആണ്. പക്ഷെ ഒ പി സിയിലെ മെമ്പറോ നോമിനി ആവാൻ 120 ഡേയ്സ് ക്രൈറ്റീരിയ ഇല്ല. പുതിയ മാറ്റമാണ്, ശ്രദ്ധിക്കുക. പണ്ടത്തെ ഇനി നോമിനിയോ മെമ്പറോ നോമിനിയോ പെർമനന്റ്ലി ഇന്ത്യ ലീവ് ചെയ്ത് പോവാണെങ്കിൽ ദ തിങ് ഈസ്, അതും ഞാൻ ഇതിന്റെ കൂടെ ആഡ് ചെയ്യാം, ലീവിങ് ഇന്ത്യ പെർമനന്റ്ലി. അത് നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. വെരി ഗുഡ്. അതിലേക്കാണ് തന്നെ നമ്മൾ പോകുന്നത്. ലീവിങ് ഇന്ത്യ പെർമനന്റ്ലി, ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിലോ? കണ്ടിന്യൂയിങ് സിറ്റിസൺഷിപ്പ്, ഗിവിംഗ് അപ്പ് ഓർ ചേഞ്ചിങ് സിറ്റിസൺഷിപ്പ്. 1, 2 പറ. 1-ൽ എന്ത് സംഭവിക്കും? 2-ൽ എന്ത് സംഭവിക്കും? 1-ൽ എലിജിബിൾ ആണോ ഡിസ്ക്വാളിഫൈഡ് ആണോ? 2-ൽ എലിജിബിൾ ആണോ ഡിസ്ക്വാളിഫൈഡ് ആണോ? അല്ലെങ്കിൽ കണ്ടിന്യൂ ആണോ? സിറ്റിസൺഷിപ്പ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഒ പി സിയിലെ മെമ്പറോ നോമിനിക്കോ അയാളുടെ മെമ്പർഷിപ്പ് അല്ലെങ്കിൽ നോമിനേഷൻ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ? ദി ആൻസർ ഈസ് എലിജിബിൾ. സ്റ്റിൽ എലിജിബിൾ. കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ഓക്കെ. ഗിവിംഗ് അപ്പ് ഓർ ചേഞ്ചിങ് സിറ്റിസൺഷിപ്പ് ആണെങ്കിൽ ഡിസ്ക്വാളിഫൈഡ് ആണ്, ഇൻ എലിജിബിൾ. അപ്പോൾ എന്ത് ചെയ്യണം? മെമ്പർഷിപ്പ് അല്ലെങ്കിൽ നോമിനേഷൻ എന്ത് ചെയ്യാം? വിഡ്രോ ചെയ്യണം, ഒഴിവാക്കണം. ഓക്കെ, അത് ശ്രദ്ധിക്കുക. അതാണ് പെർമനന്റ്ലി ലീവിങ് ഇന്ത്യ ആയിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യം. പിന്നെ ഒ പി സി കൊണ്ടുവന്നതിനെ ബിസിനസ്സിനെ ബൂസ്റ്റ് ചെയ്യാനും എക്കണോമിനെ ഡെവലപ്പ് ചെയ്യാനും ഓൺട്രപ്രണർഷിപ്പിനെ വളർത്താനും വേണ്ടിയിട്ടായത് കൊണ്ട് തന്നെ ഒരിക്കലും ഒ പി സിക്ക് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് സെക്ഷൻ 8 ആക്ടിവിറ്റി. സെക്ഷൻ 8 ആക്ടിവിറ്റീസ് ചെയ്യാൻ പാടില്ല. ഒ പി സിക്ക് സെക്ഷൻ 8 ആക്ടിവിറ്റീസ് ചെയ്യാൻ പാടില്ല. സെക്ഷൻ 8 ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ ചാരിറ്റബിൾ നോൺ പ്രോഫിറ്റബിൾ ആക്ടിവിറ്റീസ് ചെയ്യാൻ പാടില്ല. അതിനു വേണ്ടിയിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യാനോ അത്തരം ഒരു കമ്പനിയിലേക്ക് കൺവേർട്ട് ചെയ്യാനോ പാടില്ല. അതേസമയം NBFC, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്, മുത്തൂറ്റ്, ബജാജ് അല്ലെ അത് HDFC പോലുള്ള നോൺ ബാങ്കിങ്, HDFC ബാങ്കിങ് ആക്ടിവിറ്റീസ് ഉണ്ട്, നോൺ ബാങ്കിങ് ഉണ്ട്. മുത്തൂറ്റ് അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ബജാജ് ഫിനാൻസ് ഒക്കെ നോൺ ബാങ്കിങ് ആക്ടിവിറ്റീസ് ആണ്. അത് ചെയ്യാൻ പാടില്ല. സാർ അപ്പോൾ ബാങ്കിങ് ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റുമോ? ബാങ്കിങ് ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ കമ്പനീസ് ആക്ട് അല്ല പറയാം. ഏത് ആക്ട് ആയിരിക്കും പറയാം? ബാങ്കിങ് ആക്ട് പറയും. അതിനെപ്പറ്റി നമുക്ക് ഇവിടെ പഠിക്കാനില്ല. ഓക്കെ. ഇനി ഒ പി സിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, പലതവണ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ഒ പി സിയിലെ മെമ്പർക്കും നോമിനിക്കുള്ള റെസ്ട്രിക്ഷൻസ് ആണ്. മാക്സിമം ഒരാൾക്ക് ഒരു ഒ പി സിയിലെ മെമ്പർ ആവാൻ പറ്റുള്ളൂ. മാക്സിമം ഒരാൾക്ക് ഒരു ഒ പി സിയിലെ നോമിനി ആവാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ ഞാൻ പറയട്ടെ. സിമ്പിൾ ആയിട്ട് ഒരു സിമ്പിൾ എക്സാമ്പിൾ. ഇവർ റെഡി ആണോ? ഓക്കെ. മിസ്റ്റർ M മെമ്പർ,
മിസ്റ്റർ എൻ നോമിനി. നിങ്ങൾ പറയണേ, നിങ്ങൾ ശ്രദ്ധിക്കണേ. ഓക്കെ, ഇവർ മെമ്പറും നോമിനായിട്ട് ഉള്ളത് MOPC. ഒരു എക്സാമ്പിൾ മാത്രം കേട്ടോ, MOPC. ഓക്കെ ഓക്കെ അല്ലേ? ഇനി മറ്റൊരു OPC ഉണ്ട്, POPC. POPCയിലെ മെമ്പർ മിസ്റ്റർ M പറ്റുമോ? യെസ് ഓർ നോ? POPCയിലെ മെമ്പർ ആയിട്ട് മിസ്റ്റർ M പറ്റുമോ? യെസ് ഓർ നോ? ദി ആൻസർ ഈസ് പറ്റൂല. പറ്റൂലാലോ, ഉറപ്പല്ലേ? POPCയില് മെമ്പറായിട്ട് മിസ്റ്റർ N പറ്റുമോ? യെസ് ഓർ നോ? മിസ്റ്റർ N മെമ്പറായിട്ട് പറ്റുമോ? മിസ്റ്റർ N, മിസ്റ്റർ N, മിസ്റ്റർ N. മിസ്റ്റർ N ഓൾറെഡി ഇവിടെ നോമിനിയാണ്. മിസ്റ്റർ N അവിടെ മെമ്പർ. മിസ്റ്റർ S നോമിനി. ഇങ്ങനെ പറ്റുമോ? MOPCയിൽ മിസ്റ്റർ N നോമിനി. POPCയിൽ മിസ്റ്റർ N മെമ്പർ. ഡെത്ത് ആണ് ഇവിടെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാൻ പോകുന്നത്. ആരുടെ ഡെത്ത്? Recording in progress. ഇപ്പൊ ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ ഓവർ ഹാൻഡ് ചെയ്തോളൂ കേട്ടോ. ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ ഓവർ ഹാൻഡ് ചെയ്യണേ. ഒന്ന് വെയിറ്റ് ചെയ്യണേ, റെഡി ആക്കുന്നുണ്ട്. ഡോണ്ട് വറി. ഓക്കെ, റെഡി ആണെന്ന് പറയണേ. റെഡി ആണെങ്കിൽ ലോവർ ഹാൻഡ് ചെയ്യാം കേട്ടോ.
റെഡി അല്ലെങ്കിൽ റൈസ് ഹാൻഡ് ചെയ്യുക, റെഡി ആണെങ്കിൽ ലോവർ ഹാൻഡ്. ഓക്കെ, ക്ലിയർ എന്ന് പറയാം. യെസ് 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 യെസ്. ഓക്കെ ആണോ? റെഡി അല്ലേ? ഒന്ന് ചാറ്റ് ബോക്സിൽ ചാറ്റ് ബോക്സിൽ അല്ല, ഒന്ന് ഓഡിയോയില് ഹലോ ഹലോ ഹലോ. ഓഡിയോയിലോ മക്കളെ, ഓഡിയോ ഹലോ. നെറ്റ്വർക്ക് ബാൻഡ് വിട്ട് കുറവാന്ന് എഴുതി കാണിക്കുന്നുണ്ട് ഇതില്. ഇപ്പോഴും കാണിക്കുന്നുണ്ട്. ചെറിയ ലാഗ് ഉണ്ട് വീഡിയോ, പക്ഷെ കേൾക്കുന്നുണ്ട്. ഓക്കെ, ഒന്ന് ഹോൾഡ് ചെയ്യണേ. വെയിറ്റ്. ഇന്നത്തെ ഒരു ദിവസം നിങ്ങൾ എക്സ്ക്യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, കാരണം ഇന്ന് ഞാൻ ഹോട്ടലിലായതുകൊണ്ട് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. നാളെ മുതൽ ഞാൻ വീട്ടിൽ നിന്നായിരിക്കും എടുക്കുക. വീട്ടിലത്തെ നെറ്റ്വർക്കിന് അങ്ങനെ ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. ഓക്കെ അല്ലേ? ഇപ്പൊ റെഡി ആയിട്ടുണ്ടോ? എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്ത്. ഇപ്പൊ റെഡി ആയിട്ടുണ്ടോ? എൻ്റെ ബുദ്ധിമുട്ടൊന്നും ഇപ്പൊ കാണിക്കുന്നില്ല. ഓക്കെ, റെഡി ആണോന്ന് പറയണം. ഞാൻ ഹോട്ടലിന്റെ ട്രാൻസിഷൻ ഈ ഒരു കേസ് ആണോ? ഈ കേസ് ഞാൻ റെഡി ആവുന്നുണ്ടേ. ക്വസ്റ്റ്യൻ ഇത് ചോദിക്കാം. ഇതില് ആരുടെ സാർ കേൾക്കുന്നില്ല. ഏതാണോ എസ് ആണോ? ഇപ്പം കേൾക്കുന്നില്ല. ആര് പറ, ഇപ്പം കേൾക്കുന്നില്ലേ? ആ പറ. ഇതിൽ ആരുടെ എന്നിന്റെ ഇടത്താണോ എസിന്റെ ഇടത്താണോ? Recording in progress. യെസ്, അവളെ ഒന്ന് റെസ്പെക്ട് ചെയ്തേ. മേരി ഒന്ന് ഓക്കെയാ?
ആൻമേൽ എന്റെ സ്ക്രീൻ കാണുന്നുണ്ടോ ഒന്ന് റെസ്പോണ്ട്. സ്ക്രീൻ ബുദ്ധിമുട്ടെങ്കിൽ ഒന്ന് കാണുന്നുണ്ട് സർ, ചില നേരത്ത് സ്റ്റക്ക് ആവുന്നു. ഹാൻഡ് വെയിറ്റ് റെഡി ആക്കുന്നുണ്ട്, ഡോണ്ട് വറി. ലാപ്ടോപ്പാണ് ഇഷ്യൂ, ലാപ്ടോപ്പിലാണല്ലോ ഇത് റൺ ചെയ്യുന്നത്, അതുകൊണ്ടാണ് പ്രശ്നം. ഓക്കെ വെയിറ്റ്, ലെറ്റ് മീ ഡു സംതിങ്. ഒരു കാര്യം ഞാൻ ചെയ്യാം. യെസ്, വെയിറ്റ്. ഇപ്പൊ ഓക്കെ അല്ലേ? എന്റെ കേസ് ഓക്കെ വിസിബിൾ ആണല്ലോ എവരിവൺ? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. സ്ക്രീൻ പോയിണ്ടാവും. ഇപ്പൊ ഓക്കെ ആണോ? ഹലോ. ഓഡിയോ ഹലോ. നെറ്റ്വർക്ക് പറയുന്നത് എനിക്ക് ഇങ്ങോട്ട് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ടോ? സാറ് നല്ല കട്ടാവുന്നുണ്ട്. ഒന്ന് പറഞ്ഞേ. ഇപ്പൊ പറയുന്നതെല്ലാം കട്ടായിട്ടാ കേൾക്കുന്നേ. ഇപ്പോഴും സ്റ്റിൽ അങ്ങനെ തന്നെയാണോ ഉള്ളേ? ഒന്ന് പറഞ്ഞേ. പിന്നെ ഒന്ന് നെറ്റ്വർക്ക് മാറ്റി സെറ്റ് ആക്കിയിട്ടുണ്ട്, ഒന്ന് റെസ്പോണ്ട് ചെയ്യണം. ഇപ്പൊ ക്ലിയർ സർ, കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഓക്കെ, ഇടക്കൊന്ന് ഹോട്ടൽ വൈഫൈ ഒന്ന് കട്ടായി വീട്ടിൽ പോയാലെല്ലാം കൺട്രോളില്ല. ഓക്കെ, ഒന്ന് ഇപ്പൊ ഓക്കെ ആണെങ്കിൽ ഒന്ന് ഓക്കെ പറയാം. സ്ക്രീനും വിസിബിൾ ആണോ?
സ്ക്രീനും വിസിബിൾ ആണോ? എൻ്റെ ഭാഗം ഓക്കെ ആണോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യണേ. സ്ക്രീന് വിസിബിൾ ആണ്. ഓക്കെ, അപ്പൊ എന്റെ ചോദ്യം ഞാൻ ഒന്നും കൂടി പറയാം. നിങ്ങൾ തന്നെ പറയാണ് എം ഒ പി സിയിലെ എം മെമ്പറും എൻ നോമിനിയും. ഓക്കെ ഓക്കെ, അത് നിങ്ങൾ പറഞ്ഞു. ഓക്കെ, ഞാൻ സമ്മതിച്ചു. റെഡി. ഹലോ ഹലോ ഹലോ. ഹലോ ഹലോ ഹലോ. ഇപ്പൊ ഓക്കെ ആണോ എന്ന് പറ. സോറി ഫോർ ദ ട്രബിൾ എവരി വൺ. ഇതെന്റെ കൺട്രോൾ ഇല്ലാത്തൊരു സ്ഥലമായതുകൊണ്ടാണ് എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത കേട്ടോ. ഓക്കെ, അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ ഞാൻ റിപ്പീറ്റ് ചെയ്യാം. എവരി വൺ ഒന്ന് ശ്രദ്ധിക്കുക. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കേസിൽ മിസ്റ്റർ എം ഒ പി സിയിൽ മിസ്റ്റർ എം ആണ് മെമ്പർ, മിസ്റ്റർ എൻ നോമിനിയാണ്. പി ഒ പി സിയിൽ മിസ്റ്റർ എൻ മെമ്പറും മിസ്റ്റർ എസ് നോമിനിയാണ്. ഇത് പറ്റുമോ എന്നാണ് ചോദ്യം. ദി ആൻസർ ഈസ് ദിസ് ഈസ് അബ്സല്യൂട്ട്ലി പോസിബിൾ, എലിജിബിൾ ആണ്. കാരണം ഒരു ഒ പി സിയിലെ മെമ്പർക്ക് മറ്റൊരു ഒ പി സിയിൽ നോമിനി ആവാൻ പറ്റില്ല. ഒരു ഒ പി സിയിലെ മെമ്പർക്ക് മറ്റൊരു ഒ പി സിയിൽ കൂടി മെമ്പർ ആവാൻ പറ്റില്ല. ഒരാൾക്ക് ഒന്നിലധികം ഒ പി സിയിൽ മെമ്പർ ആവാൻ പറ്റില്ല. ഒരാൾക്ക് ഒന്നിലധികം ഒ പി സിയിൽ നോമിനി ആവാൻ പറ്റില്ല. അപ്പൊ മെയിൻ കോർ ക്വസ്റ്റ്യൻ ഇതാണ്, ഒരു ഒ പി സിയിലെ മെമ്പർക്ക് മറ്റൊരു ഒ പി സിയിൽ നോമിനി ആവാൻ പറ്റുമോ? ദി ആൻസർ ആക്ട് പറയുന്നു യെസ്, പോസിബിൾ ആണ്. പറ്റും. ഒരാൾക്ക് ഒന്നിലധികം ഒ പി സിയിൽ മെമ്പർ ആവാൻ പറ്റില്ല, ഒരാൾക്ക് ഒന്നിലധികം ഒ പി സിയിൽ നോമിനി ആവാൻ പറ്റില്ല. അപ്പൊ ആ ഒരു സിനാരിയോയിൽ ഇത് പറ്റും എന്നല്ലേ ഉദ്ദേശിക്കുന്നത്. മിസ്റ്റർ എൻ എം ഒ പി സിയിലെ വെറും നോമിനിയാണ്, പി ഒ പി സിയിലെ മെമ്പറാണ്. ഇവിടെ ആരുടെ ഡെത്താണ് ഇനി കോംപ്ലിക്കേഷൻ ഉണ്ടാക്കാൻ പോകുന്നത്? എസ് മരിച്ചാല്, പി ഒ പി സിയിലെ എസ് മരിച്ചാൽ കോംപ്ലിക്കേഷൻ ഉണ്ടോ? പി ഒ പി സിയിൽ എസ് മരിച്ചാൽ എന്താ, നോമിനി മരിച്ചാൽ നമ്മൾ വേറെ ആളെ നോമിനേറ്റ് വെക്കും, ഒരു കുഴപ്പമില്ല. ഇനി എൻ മരിച്ചു എന്ന് വിചാരിക്കും, എൻ മരിച്ചാലും പ്രത്യേകിച്ച് കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ല. എൻ മരിച്ചാലുള്ള പ്രത്യേകത എന്താ? എൻ മരിച്ചാൽ പി ഒ പി സിയിൽ എസ് മെമ്പർ ആവും. എൻ മരിച്ച പി ഒ പി സിയിൽ എസ് മെമ്പർ ആവും, കുഴപ്പമില്ല. അതേപോലെ എം ഒ പി സിയിൽ എൻ മരിച്ചെന്നുണ്ടെങ്കിൽ വേറെ ആളെ നോമിനേറ്റ് വെക്കാം. ഇവിടെ ആര് മരിച്ചാലാ കോംപ്ലിക്കേഷൻ വരാൻ പോകുന്നത്? എം മരിച്ചാൽ അതൊരു കോംപ്ലിക്കേഷനാണ്. എം മരിച്ചാലുള്ള കോംപ്ലിക്കേഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ എന്ന് പറയുന്ന ആള് ഓൾറെഡി പി ഒ പി സിയിലെ മെമ്പർ ആണ്. ഇനി എമ്മിന്റെ മരണത്തോടുകൂടി എൻ എന്തായി മാറും? ഈ പറയുന്ന എം ഒ പി സിയിലെ മെമ്പർ ആകും. അത് വന്നാൽ അത് കോംപ്ലിക്കേറ്റഡ് അല്ലേ? കാരണം രണ്ട് ഒ പി സിയിൽ ഒരാൾക്ക് ഒരേ സമയം മെമ്പർ ആവാൻ പറ്റില്ലല്ലോ. അവിടെ ലോ പറയുന്നു 180 ഡേയ്സ് സമയമുണ്ട്. 180 ഡേയ്സിനുള്ളിൽ 180 ഡേയ്സ് വരെ മിസ്റ്റർ എൻ എന്ന് പറയുന്ന ആൾക്ക് രണ്ട് ഒ പി സിയിലും മെമ്പർ ആയിട്ട് തന്നെ മുന്നോട്ട് പോവാം. ഇറ്റ് ഈസ് ഇൻ നോ കേസ് എ വയലേഷൻ ഓഫ് ദി റൂൾ. ഒരു വയലേഷൻ അല്ല, അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോയിക്കോട്ടെ. പക്ഷെ 180 ഡേയ്സിനുള്ളിൽ ഹി ഷുഡ് ചൂസ് ഐദർ എം ഒ പി സി ഓർ പി ഒ പി സി. ഓക്കെ ആണോ മക്കളെ? യെസ് ഓർ നോ? ക്ലിയർ ആണോ? ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. എം ഒ പി സിയിൽ മിസ്റ്റർ എം മെമ്പർ, മിസ്റ്റർ എൻ നോമിനി. ഓക്കെ, പി ഒ പി സിയിൽ മിസ്റ്റർ പി മെമ്പർ, മിസ്റ്റർ എം നോമിനി. എലിജിബിൾ ആണോ ഇൻഎലിജിബിൾ ആണോ, അല്ലെങ്കിൽ അലൗഡ് ആണോ നോട്ട് അലൗഡ് ആണോ? നോട്ട് അലൗഡാ? പിന്നെയാ? എടാ നിങ്ങൾ ആലോചിക്കേ, ടോട്ടലി അലൗഡ് അല്ലേ? ഒരു ഒ പി സിയുടെ മെമ്പർക്ക് മറ്റൊരു ഒ പി സിയിൽ നോമിനി ആയിക്കൂടെ, ഒരു കുഴപ്പമില്ല. ബട്ട് ദ തിങ് ഈസ്, ആരുടെ മരണം ഇവിടെ കോംപ്ലിക്കേഷൻ ഉണ്ടാക്കും? എം മരിച്ചാൽ പ്രശ്നമില്ല,
ഇവിടെ ഈ കേസിൽ. എം മരിച്ചാൽ എം ഒ പി സിയിൽ എൻ മെമ്പർ ആവും. പി ഒ പി സിയിൽ മിസ്റ്റർ പി മറ്റൊരാളെ നോമിനേറ്റ് വെക്കണം. പി മരിച്ചാലാണ് പ്രശ്നം അല്ലെ. എൻ മരിച്ചാലും കുഴപ്പമില്ല, എൻ മരിച്ചാൽ വേറെ ആളെ നോമിനേറ്റ് വെക്കാം. പി മരിച്ചാൽ എന്ത് സംഭവിക്കും? പി മരിച്ചാൽ എന്ത് സംഭവിക്കും? സിമ്പിൾ അല്ലേ. പി മരിച്ചാൽ മിസ്റ്റർ എം ഇവിടെ എന്താവും? മെമ്പർ ആവും. അങ്ങനെ 2 ഓഫീസിലെ മെമ്പറായിട്ട് മുന്നോട്ട് പോവാം. 180 ഡേയ്സിലേക്ക് മുന്നോട്ട് പോവാം. ഇത്രയേ ഉള്ളൂ, 180 ഡേയ്സ്. എ പേഴ്സൺ ഷാൽ നോട്ട് ബി എ മെമ്പർ ഓഫ് മോർ ദാൻ 1 OPC at any point of time, or more than the said person shall not be a nominee of more than 1 OPC. That is, a person can be a member in 1 OPC and a nominee in another OPC at the same time. If the member of 1 OPC becomes the member in another OPC due to him being a nominee in another OPC, he shall meet the criteria within 180 days. എൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. നേരത്തെ പറഞ്ഞ സിനാരിയോയിൽ ഒരു ഓഫീസിലെ മെമ്പർ മറ്റൊരു ഓഫീസിലെ നോമിനി ആയതിനെ കൊണ്ട് മെമ്പർ ആവേണ്ടി വന്നാൽ അത് എന്തിനാ ഉദ്ദേശിക്കുന്നത്? പി ഓഫീസിൽ അത് ആരെ ഉദ്ദേശിക്കുന്നത്? ഫസ്റ്റ് കേസിൽ അല്ല, ഫസ്റ്റ് ഈ പിങ്ക് കേസിൽ അത് ആരെ ഉദ്ദേശിക്കുന്നത്? പിങ്കിൽ ആരെ ഉദ്ദേശിക്കുന്നത്? ഒരു ഓഫീസിലെ നോമിനി ആയിട്ടുള്ള ആൾ അല്ല, ഒരു ഓഫീസിലെ മെമ്പർ ആയിട്ടുള്ള ആള് മറ്റൊരു ഓഫീസിലെ നോമിനി ആയതിനെ കൊണ്ട് അവിടെ മെമ്പർ ആവേണ്ടി വന്നാൽ അത് ആരെ ഉദ്ദേശിക്കുന്നത്? പിങ്കില് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആരെയാണ്? മിസ്റ്റർ എന്നിനെയാണ് അത് ഉദ്ദേശിക്കുന്നത്. എന്നിനെയാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ബ്ലൂവിൽ അത് നമ്മൾ ആരെ ഉദ്ദേശിക്കുന്നത്? മിസ്റ്റർ എമ്മിനെയാണ് അത് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ അതാണ് OPC ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. ബുദ്ധിമുട്ടില്ലല്ലോ. സോ 1% കമ്പനി ഈസ് ഡൺ. പിന്നെ നമുക്ക് അതിലെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ഞാൻ ആസ് ഓഫ് നൗ ഞാൻ ക്വസ്റ്റ്യൻസിലേക്ക് പോകുന്നില്ല. കാരണം ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ കേസിൽ അവിടെ ഇക്കട്ടെ. ലെറ്റ് സി, വെയിറ്റ്. ഓക്കെ. പിന്നെ ഞാൻ 1% കമ്പനീൻ്റെ കൂടെ പറയാനുള്ള ഒരു സാധനം കൂടിയാണ് പബ്ലിക് കമ്പനി. പക്ഷെ പബ്ലിക് കമ്പനിക്ക് ഒരു കാര്യം, നമ്മൾ പ്രൈവറ്റ് കമ്പനി എന്താണെന്ന് അറിയണം. പ്രൈവറ്റ് കമ്പനി എന്താണെന്ന് അറിയണമെങ്കിൽ അതിന് കുറച്ച് ടൈം വേണം. ലെറ്റ് സി, ഞാൻ ജസ്റ്റ് പബ്ലിക് കമ്പനി എന്താണെന്ന് ജസ്റ്റ് ഒരു ഓവർവ്യൂ നിങ്ങൾക്ക് തരാം. നമുക്ക് നോക്കിയിട്ട് നമുക്ക് നെക്സ്റ്റിലേക്ക് പോവാം. ഒരു കാര്യങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക. പണ്ടത്തെ കമ്പനീസ് ആക്ട് പ്രകാരം എല്ലാ കമ്പനീസിനും ഒരു മിനിമം പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഉണ്ടായിരുന്നു. പ്രൈവറ്റ് കമ്പനി ആവണമെങ്കിൽ മിനിമം ഇത്ര പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഉണ്ടാവണം, പബ്ലിക് ആണെങ്കിൽ മിനിമം ഇത്ര പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഉണ്ടാവണം എന്ന് പണ്ട് ഉണ്ടായിരുന്നു റൂള്. അതിപ്പോഴും നമ്മുടെ UK കമ്പനീസ് ആക്ട് ഉണ്ട് 2006. അവര് റൂള് ആക്ട് പ്രകാരം മിനിമം ഒരു പ്രൈവറ്റ് കമ്പനിക്ക് ഇത്ര പൗണ്ട്, പബ്ലിക് കമ്പനിക്ക് ഇത്ര പൗണ്ട് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഉണ്ടാവണം. പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ? ആ കമ്പനിയുടെ മെമ്പേഴ്സ് ഒക്കെ കൂടി അതിലേക്ക് കൊണ്ടുവന്ന പൈസനെയാണ് നമ്മൾ ക്യാപിറ്റലിലേക്ക് കൊണ്ടുവന്ന പൈസയാണ് നമ്മൾ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുക. സോ പബ്ലിക് കമ്പനിക്കും പ്രൈവറ്റ് കമ്പനിക്കും പണ്ട് ഒരു പ്രിസ്ക്രൈബ്ഡ് മിനിമം പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഉണ്ടായിരുന്നു. ഇപ്പം അതില്ല. പക്ഷെ ഇപ്പം ആ റൂള് മാറ്റിയെന്നേ ഉള്ളൂ. വേർഡിങ്സ് അങ്ങനെ തന്നെ ഉണ്ട്. സോ പബ്ലിക് കമ്പനി മീൻസ് എ കമ്പനി വിച്ച് ഈസ് നോട്ട് എ പ്രൈവറ്റ് കമ്പനി. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പിന്നെ മിനിമം എത്ര മെമ്പേഴ്സ് ഉണ്ട്? 7 മെമ്പേഴ്സ്, മിനിമം 3 ഡയറക്ടേഴ്സ്, മാക്സിമം മെമ്പേഴ്സ് അൺലിമിറ്റഡ് ആണ്. മാക്സിമം ഡയറക്ടേഴ്സ് 15 ആണ്. അത് 15 ആണ്. അത് എല്ലാ കമ്പനിക്കും അങ്ങനെയാണ്. പേരിന്റെ ബാക്കിൽ ലിമിറ്റഡ് എന്നുണ്ടാവും. ഓക്കെ. പിന്നെ ഈ പറയുന്ന പ്രൈവറ്റ് കമ്പനി ആയിട്ടുള്ള കണക്ഷൻ നമുക്ക് സെപ്പറേറ്റ് ഡിസ്കസ് ചെയ്യാം. അതിനെപ്പറ്റി ഞാൻ ഇപ്പോൾ തൽക്കാലം പറയുന്നില്ല. അവിടെ എടുക്കട്ടെ. ഓക്കെ. നമുക്ക് ഇന്ന് ഓക്കെ ആണെങ്കിൽ ഞാൻ ജസ്റ്റ് ആ ഒരു പ്രൈവറ്റ് കമ്പനിയുടെ കോൺസെപ്റ്റും കൂടി പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തേക്ക് ക്ലോസ് ചെയ്യാം. ഇതാകുമ്പോൾ ഇന്ന് നമുക്ക് പ്രൈവറ്റ് പബ്ലിക് OPC എന്നുള്ള ഏരിയാസ് കഴിയും. ഓക്കെ ആണോ? നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രൊസീഡ് ചെയ്താലോ അതോ ക്ലോസ് ചെയ്യണോ? വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? ഒന്ന് പറ. പ്രൊസീഡ് ചെയ്യണമെങ്കിൽ ആ പ്രൈവറ്റ് കമ്പനിയും കൂടി പറഞ്ഞതിന് ശേഷം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ അല്ലേ? ഓക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒരു 10 മിനിറ്റ്സിനോട് നമുക്കത് ഫിനിഷ് ഓഫ് ചെയ്യാം. ഓക്കെ അല്ലേ? സോ പ്രൈവറ്റ് കമ്പനിയായിട്ട് ബന്ധപ്പെട്ട് നേരത്തെ ഞാൻ ഓൾറെഡി പറഞ്ഞു. എന്താ? പ്രൈവറ്റ് കമ്പനിയിൽ ഇതേ റൂള് പണ്ടത്തെ പോലെ റൂൾ ഉണ്ടായിരുന്നു. മിനിമം പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. പക്ഷെ എത്രയാണെന്നുള്ളത് പ്രിസ്ക്രൈബ് ചെയ്തിട്ടില്ല. ഇപ്പം 0 പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലിലും നമുക്ക് പ്രൈവറ്റ് കമ്പനി ഫോം ചെയ്യാം, പബ്ലിക് കമ്പനി ഫോം ചെയ്യാം, OPC ഫോം ചെയ്യാം. നോ ഇഷ്യൂസ്. ഓക്കെ. ആർട്ടിക്കിൾസിലൂടെ 3 കാര്യങ്ങളാണ് പ്രൈവറ്റ് കമ്പനി സൂക്ഷിക്കേണ്ടത്. 1 R റെസ്ട്രിക്ഷൻ, 2 L ലിമിറ്റ്, 3 P പ്രൊഹിബിഷൻ. 6 റെസ്ട്രിക്ഷനെ പറ്റി ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഷെയർ ട്രാൻസ്ഫർ റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞാൽ? എന്താ? ഒരു പ്രൈവറ്റ് കമ്പനിയിലെ മെമ്പർക്ക് അയാളുടെ ഷെയർ ട്രാൻസ്ഫർ ചെയ്യുന്നതിൽ റെസ്ട്രിക്ഷൻ ഉണ്ട്. പ്രൊഹിബിഷൻ ഉണ്ട് എന്ന് പറഞ്ഞില്ല, പ്രൊഹിബിറ്റഡ് ആണെന്ന് പറഞ്ഞില്ല, റെസ്ട്രിക്റ്റഡ് ആണ് എന്നേ പറയുന്നുള്ളൂ. എന്താണ് പ്രൊഹിബിഷൻ പറയാണ്ട് റെസ്ട്രിക്ഷൻ പറയുന്നതിന്റെ അർത്ഥം? ഷെയർ ട്രാൻസ്ഫർ റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പ്രൊഹിബിഷൻ എന്ന് പറയാണ്ട് റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നതിനെ കൊണ്ടുള്ള ലോജിക്ക് അല്ലെങ്കിൽ റെലവൻസ് എന്താ?
റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ദർ ഈസ് സം ടൈപ്പ് ഓഫ് തിങ് അല്ലേ. എന്താ സംഭവം എന്ന് വെച്ചാൽ ഒരു പ്രൈവറ്റ് കമ്പനിയിലെ മെമ്പർ അയാളുടെ കയ്യിലുള്ള ഷെയർ സെല് ചെയ്യണം അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതേ കമ്പനിയിലെ മറ്റൊരു മെമ്പർക്ക് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അതേ കമ്പനിയിലെ മറ്റൊരു മെമ്പർക്ക് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. കുഴപ്പമില്ലല്ലോ. എനി പേഴ്സൺ, അതാരായിക്കോട്ടെ, സച്ച് പേഴ്സൺ മേ ട്രാൻസ്ഫർ ഷെയർസ് ഓൺലി ടു ആൻ എക്സിസ്റ്റിംഗ് മെമ്പർ ഓഫ് ദ സെയിം കമ്പനി. അതേ കമ്പനിയിലുള്ള മറ്റൊരു മെമ്പർക്ക് മാത്രമേ ഒരാൾ അയാളുടെ ഷെയർ ട്രാൻസ്ഫർ ചെയ്യാൻ പാടുള്ളൂ. തീരെ ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് പ്രൊഹിബിഷൻ. ട്രാൻസ്ഫർ ചെയ്യാം, പക്ഷെ ആർക്ക് മാത്രം? അതേ കമ്പനിയിലെ ഒരു എക്സിസ്റ്റിംഗ് മെമ്പർക്ക് മാത്രമേ ട്രാൻസ്ഫർ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അത് റെസ്ട്രിക്ഷൻ. ഓക്കെ ആണോ? റെഡി ആണോ മക്കൾ? അതാണ് റെസ്ട്രിക്ട് ദ റൈറ്റ് ടു ട്രാൻസ്ഫർ ഇറ്റ് ഷെയർസ്. ഇന്ന് നമ്മൾ OPCയും പ്രൈവറ്റ് കമ്പനിയും പബ്ലിക് കമ്പനിയും തീർക്കൂലേ? നല്ല വൃത്തിയിൽ അത് പഠിച്ചതിന് ശേഷം നാളെ വരാം. കാരണം ഞാൻ തുടങ്ങുമ്പം സ്ലോലിയേ തുടങ്ങുള്ളൂ. ഞാൻ പറഞ്ഞു, ഇത് ഞാൻ ഒരുപാട് തവണ ഹാൻഡിൽ ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് പറയാണ്. ഫസ്റ്റത്തെ ദിവസം നമ്മൾ കുറച്ചേ ഡിസ്കസ് ചെയ്യുള്ളൂ, പിന്നെയുള്ള ദിവസം കുറച്ച് കൂടുതൽ വരും. അവസാനം എല്ലാം കൂടി കണക്ട് ചെയ്യുന്ന രീതി ചെയ്യണമെങ്കിൽ സ്റ്റാർട്ടിങ് മുതൽ നിങ്ങൾ എഫേർട്ട് ഇട്ടേ പറ്റുള്ളൂ. സ്ലോ ആണെന്ന് തോന്നലുണ്ടെങ്കിൽ മെല്ലെ മെല്ലെ അത് റെഡി ആവും. ഡോൺ വറി കേട്ടോ, ഡോൺ വറി അറ്റോൾ. ഇതൊരിക്കലും ഞാൻ ഫസ്റ്റ് ടൈം ലേണേഴ്സിനെ മാത്രം ഉദ്ദേശിച്ചിട്ട് എടുക്കുന്ന ക്ലാസ് എന്നുള്ള രീതിക്ക് ഒരിക്കലും കാണരുത്. എല്ലാവരെയും ജനുവരിയിലേക്ക് പ്രിപ്പയർ ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിൽ മാക്സിമം എൻ്റെ ഭാഗത്തു നിന്നുള്ള എഫേർട്ട് ഞാൻ ഇടും. ഓക്കെ, രണ്ടാമത്തെ കേസ് എക്സെപ്റ്റ് ഇൻ കേസ് ഓഫ് OPC. എന്താണ് എക്സെപ്റ്റ് ഇൻ കേസ് ഓഫ് OPC പറയാൻ കാരണം? OPCയിലെ മിനിമം എന്ന് പറയുന്നതും മാക്സിമം എന്ന് പറയുന്നതും 1 അല്ലേ. അപ്പൊ എക്സെപ്റ്റ് ഇൻ കേസ് ഓഫ് OPC ലിമിറ്റ്സ് ദ നമ്പർ ഓഫ് മെമ്പേഴ്സ് ടു 200. മെമ്പേഴ്സിന്റെ നമ്പർ എത്രയിലേക്ക് ലിമിറ്റ് ചെയ്തിട്ടുണ്ട്? 200ലേക്ക് ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാലോ പ്രൈവറ്റും പബ്ലിക്കും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ലേ? പബ്ലിക് കമ്പനിയിലെ നമ്പർ ഓഫ് മെമ്പേഴ്സിൽ ലിമിറ്റ് ഉണ്ടോ? നോ ലിമിറ്റ് ആണ്, അൺലിമിറ്റഡ് ആണ്, എത്ര വേണമെങ്കിലും ആവാം. യെസ് ഓർ നോ? എഗ്രി ഓർ ഡിസഗ്രി? ഓക്കെ ആണോ? ക്ലിയർ ആണോ മക്കളെ? അതേസമയം പ്രൈവറ്റ് കമ്പനീന്റെ കേസിൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് 200ലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് അതിന്റെ ഇടയിലുള്ള പോയിന്റ്സ് ഒക്കെ അവിടെ എടുക്കട്ടെ. എന്താ? പ്രൊഹിബിറ്റ്സ് എനി ഇൻവിറ്റേഷൻ ടു ദ പബ്ലിക് ടു സബ്സ്ക്രൈബ് ഫോർ എനി സെക്യൂരിറ്റീസ് ഓഫ് ദ കമ്പനി. അതായത് ഇപ്പം ഫിസിക്സ് വാലക്ക് കുറെ പ്രൈവറ്റ് കമ്പനി ആയിരുന്നു. ഓക്കെ അല്ലേ? ഫിസിക്സ് വാല ഇപ്പോൾ പബ്ലിക്കിലേക്ക് ലിസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ പബ്ലിക്കിനെ അപ്രോച്ച് ചെയ്യാണ്. ബീങ് എ പ്രൈവറ്റ് കമ്പനി, ഫിസിക്സ് വാല പ്രൈവറ്റ് കമ്പനി ആയിട്ടുണ്ടായിരുന്ന ഫിസിക്സ് വാലക്ക് അത് ചെയ്യാൻ പറ്റുമോ? യെസ് ഓർ നോ? ഫിസിക്സ് വാല മുന്നേ പ്രൈവറ്റ് കമ്പനി ആയിരുന്നു. പ്രൈവറ്റ് കമ്പനി ആയി തന്നെ നിലനിൽക്കവേ ഫിസിക്സ് വാല എന്ന് പറയുന്ന കമ്പനിക്ക് പ്രൈവറ്റിനെ അപ്രോച്ച് ചെയ്യാൻ, അല്ലെങ്കിൽ പബ്ലിക്കിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റുമോ? പബ്ലിക്കിന്റെ അടുത്ത് അഡ്വർടൈസ്മെന്റ് കൊടുക്കാൻ പറ്റുമോ? ലിസ്റ്റിംഗ് ചെയ്യാൻ പറ്റുമോ? അതേപോലെ തന്നെ റിലയൻസ് പണ്ട് പ്രൈവറ്റ് ആയിരുന്നു, അങ്ങനെ പറയാം. ടാറ്റ പ്രൈവറ്റ് ആയിരുന്നു, സൊമാറ്റോ പ്രൈവറ്റ് ആയിരുന്നു, അതേപോലെ തന്നെ പല കമ്പനീസ് ഉണ്ട്, ഓല. ഓക്കെ, ഇതൊക്കെ ബീങ് എ പ്രൈവറ്റ് കമ്പനി ക്യാൻ ഇറ്റ് അപ്രോച്ച് ദ പബ്ലിക്? ഒരിക്കലുമില്ല. പബ്ലിക്കിലേക്ക് ഇൻവിറ്റേഷൻ കൊടുക്കാൻ പാടില്ല. ഇൻവിറ്റേഷൻ കൊടുക്കണമെങ്കിൽ അത് ഏത് കമ്പനി ആയിരിക്കണം? പബ്ലിക് ആയിരിക്കണം. സോ പബ്ലിക്കിനെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് ഷെയറിലേക്ക് നമ്മളെ ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മുടെ കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പബ്ലിക്കിനെ അപ്രോച്ച് ചെയ്യുക എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് കമ്പനീനെ സംബന്ധിച്ചിടത്തോളം പ്രൊഹിബിറ്റഡ് ആണ്. ബുദ്ധിമുട്ടില്ലാലോ? ക്ലിയർ അല്ലേ? യെസ് ഓർ നോ? സോ RLP മറക്കുവോ? റെസ്ട്രിക്ഷൻ, ലിമിറ്റ്, പ്രൊഹിബിഷൻ. പ്രൈവറ്റ് കമ്പനി മീൻസ് എ കമ്പനി ഹാവിംഗ് എ മിനിമം പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് ആൻഡ് വിച്ച് ബൈറ്റ്സ് ആർട്ടിക്കിൾസ്. ഈ ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ എന്താ? ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ, പ്രൈവറ്റ് കമ്പനിയുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ 3 കാര്യങ്ങൾ ഉറപ്പായിട്ടും കാണാൻ പറ്റും. റെസ്ട്രിക്ഷൻ, ഷെയർ ട്രാൻസ്ഫർ ചെയ്യുന്നതിൽ റെസ്ട്രിക്ഷൻ, നമ്പർ ഓഫ് മെമ്പേഴ്സിൽ ലിമിറ്റ്, ആൻഡ് ലാസ്റ്റ്ലി പബ്ലിക്കിനെ അപ്രോച്ച് ചെയ്തുകൊണ്ട് ഇൻവിറ്റേഷൻ കൊടുക്കുക. നമ്മുടെ ഷെയർ വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട് പബ്ലിക്കിനെ അപ്രോച്ച് ചെയ്യുക പ്രൊഹിബിറ്റഡ് ആണ്. ബുദ്ധിമുട്ടില്ലല്ലോ? ക്ലിയർ ആണോ? ലാസ്റ്റ് ആൻഡ് ഫൈനൽ പാർട്ടിലേക്ക് പോട്ടെ. ഷാൾ വി? ഓക്കെ ആണോ മക്കളെ? ഷാൾ വി ഗോ ടു ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പാർട്ട്? കഴിഞ്ഞു കേട്ടോ. ഇതോടുകൂടി പ്രൈവറ്റ് കമ്പനി നമ്മൾ ക്ലോസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, പ്രൈവറ്റ് കമ്പനി ഇങ്ങനെ ഒരു എക്സാമ്പിൾ പറയാം. ഒരു പ്രൈവറ്റ് കമ്പനി, ഓക്കെ, അവരിപ്പോൾ ഓൾറെഡി ഒരു 5 മെമ്പേഴ്സ് ഉള്ള ഒരു പ്രൈവറ്റ് കമ്പനി എന്നെ അപ്രോച്ച് ചെയ്തിട്ട് എന്നോട് പറഞ്ഞു, സാറിന്റെ കയ്യിൽ ഒരു 10 lakh ഉണ്ടെങ്കിൽ സാറ് നമ്മുടെ കമ്പനിയിൽ മെമ്പർ ആയിക്കൂടെ? അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ 10 ലക്ഷം രൂപ തരാം, കുഴപ്പമില്ല. പക്ഷെ ഞാൻ ഒറ്റക്കല്ല ഉണ്ടാവുക, ഞാനും എൻ്റെ വൈഫും കൂടി 2 പേര് ചേർന്നിട്ടായിരിക്കും മെമ്പേഴ്സ് ആവുന്നതെന്ന് പറഞ്ഞു. അപ്പൊ അവര് പറയാണ്, സാറേ നമ്മളുടെ അടുത്ത് ഇപ്പൊ 5 പേരാ ഉള്ളത്, നിങ്ങൾ 2 ആളും കൂടിയാലും പിന്നെ 7 ആവും. അപ്പൊ നമുക്ക് മറ്റേ മെമ്പേഴ്സിന്റെ കോട്ട എന്ന് പറയുന്നത് നമ്മൾ 10ലേക്ക് ഒതുക്കാൻ, അല്ലെങ്കിൽ മാക്സിമം 10 നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ മാക്സിമം 200 നമ്മൾ പറ്റുള്ളൂ. സാറും വൈഫും കൂടി വന്നു കഴിഞ്ഞാൽ അവിടെ 2 മെമ്പേഴ്സ് ആവൂലേ? അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇനി നമുക്ക് എത്ര പേർക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റുമോ ഷെയർ? അത് കുറയുമെന്ന് പറഞ്ഞാൽ വെദർ ദേ ആർ റൈറ്റ് ഓർ റോങ്. ഞാനും വൈഫും കൂടി ആ പ്രൈവറ്റ് കമ്പനിയിലെ ഷെയർസ് ഒന്നിച്ച് വാങ്ങിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വി വിൽ ബി ട്രീറ്റഡ് ആസ് 2 members or will be treated as a single 1 member? The answer is
വി വിൽ ബി ട്രീറ്റഡ് ആസ് ജസ്റ്റ് വൺ മെമ്പർ. അതായത് ഒരു പ്രൈവറ്റ് കമ്പനിയിൽ 2 അതിൽ കൂടുതൽ ആൾക്കാർ ചേർന്നിട്ട് നമ്പർ ഓഫ് ഷെയർസ് ഒന്നിച്ച് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ദേ ഷാൽ ബി ട്രീറ്റഡ് ആസ് എ സിംഗിൾ ജസ്റ്റ് വൺ മെമ്പർ. അവരൊരിക്കലും 2 3 പേരുണ്ടെന്ന് വെച്ച് 2 3 ആയിട്ട് കൗണ്ട് ചെയ്യൂല. ഇപ്പൊ ഞാനും വൈഫും ഇഷ്ടം പോലെ ലാൻഡ് വാങ്ങുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ ഒന്നിച്ചായിരിക്കും വാങ്ങുക, കാർ വാങ്ങുന്ന സമയത്ത് ഒന്നിച്ചായിരിക്കും വാങ്ങുക. അതേപോലെ ഒരു പ്രൈവറ്റ് കമ്പനി, പബ്ലിക് കമ്പനിയിൽ ഈ പ്രശ്നമേ വരുന്നില്ല. പ്രൈവറ്റ് കമ്പനിയുടെ കേസിൽ എന്നെ നമ്മളെ 2 ആയിട്ട് കൗണ്ട് ചെയ്യുന്നു അല്ലെങ്കിൽ 1 ആയിട്ട് കൗണ്ട് ചെയ്യുന്നു എന്നുള്ളത് വെദർ ഇറ്റ് മേക്സ് എ ഡിഫറൻസ്, യെസ് ഓർ നോ? എന്തുകൊണ്ട്? ഒന്ന് ചാറ്റ് ബോക്സ് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞാലും മതി. എന്തുകൊണ്ടാ ഡിഫറൻസ് വരാത്തത്? എനിവൺ പറ, എന്തുകൊണ്ടാ പബ്ലിക് കമ്പനിയിൽ ഈ പ്രശ്നമില്ലാത്ത? പബ്ലിക് കമ്പനിയിലെ നമ്മളെ എന്നെയും വൈഫിനെയും 2 ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ടോ അതോ 1 ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നുള്ളതിന് വെദർ ഇറ്റ് മേക്സ് എ ഡിഫറൻസ്? എനിവൺ ഒന്ന് ഉഷാറാക്കിയിട്ട് ഒന്ന് ഇത് പറ. നാളെ മുതൽ എനിക്ക് നല്ല സൗണ്ട് റെസ്പോൺസ് വേണം കേട്ടോ. നാളെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്നായിരിക്കും എടുക്കുക. മാക്സ് എന്ത് ചെയ്യുന്നുണ്ടാവില്ല, നെറ്റിന്റെ കാര്യത്തിലൊന്നും ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടാവില്ല, ഒരു ഇഷ്യൂ ഉണ്ടാവില്ല കേട്ടോ. എന്തുകൊണ്ടാണ് പബ്ലിക് കമ്പനിയിൽ അത് റെലവെന്റ് ആവാത്ത വെച്ച് കഴിഞ്ഞാൽ മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സിന്റെ ലിമിറ്റ് ഇല്ല. ഏതില്? പബ്ലിക് കമ്പനിയുടെ കേസിൽ യെസ് ഓർ നോ പ്രശ്നമില്ലല്ലോ. അപ്പൊ ആ ഒരു ഇഷ്യൂ വരുന്നില്ല. ഓക്കെ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിന്റ് ഞാൻ നിങ്ങളോട് പറയാണ്. നമ്മൾ ഒരു കമ്പനി എംപ്ലോയീസിന് ഷെയർസ് കൊടുക്കാറുണ്ട്. ഒരു കമ്പനി എംപ്ലോയീസിന് ഷെയർസ് കൊടുക്കാം, അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അവർ ഇത്ര കാലം നമ്മുടെ കമ്പനിയിൽ നിന്നതിന്റെ റിവാർഡായിട്ട് ഭാവിയിൽ കൊടുക്കാമെന്നൊക്കെ അഗ്രി ചെയ്യാറുണ്ട്. അതിന് നമ്മൾ എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ എന്നാ പറയാം. അങ്ങനെ ഒരു എംപ്ലോയീസിന് നമ്മൾ ഷെയർ കൊടുക്കുന്നത് വെദർ എക്കണോമിനെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? എംപ്ലോയീസിനെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ഗവൺമെന്റ് അതിനെ എൻകറേജ് ചെയ്യോ ഡിസ്കറേജ് ചെയ്യോ? കൂടുതൽ എംപ്ലോയീസിന് ഒരു കമ്പനി കൂടുതൽ ഷെയർസ് കൊടുക്കുന്നതിനെ എൻകറേജ് ചെയ്യോ ഡിസ്കറേജ് ചെയ്യോ? ഒബ്വിയസ്ലി എൻകറേജ് ചെയ്യും. എന്തുകൊണ്ടാ? എംപ്ലോയീസിന്റെ അടുത്തുനിന്ന് ഗവൺമെന്റ് ഇത്രയും കാലമായിട്ട് സാലറിന്റെ മുകളിൽ മാത്രമേ ടാക്സ് കളക്ട് ചെയ്യുന്നുള്ളൂ. അവരൊരു കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ അവരുടെ മറ്റേ ഡിവിഡൻഡിന്റെ മുകളിലും മറ്റേ ക്യാപിറ്റൽ ഗെയിൻ്റെ മുകളിലൊക്കെ ഗവൺമെന്റിന് കൂടുതൽ ടാക്സ് കിട്ടൂലേ? സോ അതിനെ എൻകറേജ് അല്ലേ ചെയ്യുക? സോ എംപ്ലോയീസിന് കൂടുതൽ ഷെയർസ് കൊടുക്കാൻ കമ്പനീസിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് കൊണ്ടുവന്ന റൂൾ കൂടിയായിട്ട് നമുക്ക് ഇതിനെ കൺസിഡർ ചെയ്യാം. എംപ്ലോയ്മെന്റിലുള്ള ആൾക്കാർക്ക് കമ്പനി ഷെയർസ് കൊടുത്തു കഴിഞ്ഞാൽ, പബ്ലിക് കമ്പനി ആണെങ്കിൽ വെദർ ഇറ്റ് മാറ്റേഴ്സ്. പ്രശ്നം എന്ന് ഞാൻ പറയട്ടെ, ഇപ്പൊ ഫിസിക്സ് വാലക്ക് 1000 എംപ്ലോയീസ് ഉണ്ട്. ഓക്കെ, ഈ 1000 എംപ്ലോയീസിന് ഷെയർസ് കൊടുക്കൽ ബീങ് എ പ്രൈവറ്റ് കമ്പനി അലൗഡ് ആണോ നോട്ട് അലൗഡ് ആണോ? 1000 എംപ്ലോയീസ് ഉണ്ട്, അവർക്കൊക്കെ എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാനിലൂടെ ഫിസിക്സ് വാല എന്ത് കൊടുത്തു? പ്രൈവറ്റ് കമ്പനിയാണ്, ലിസ്റ്റഡ് ഒന്നും ആയിട്ടില്ല പണ്ട്. ബീങ് എ പ്രൈവറ്റ് കമ്പനി അല്ലെങ്കിൽ സൈലം പ്രൈവറ്റ് കമ്പനിയാണ്, 1000 എംപ്ലോയീസ് ഉണ്ട്. 1000 എംപ്ലോയീസിന് ഷെയർസ് കൊടുക്കാൻ പറ്റുമോ? യെസ് ഓർ നോ? ദി ആൻസർ ഈസ് പറ്റും. ബിക്കോസ് എംപ്ലോയീസിന് ഷെയർ കൊടുത്താൽ അവരെ എന്തായിട്ട് കണക്കാക്കൂല? മെമ്പേഴ്സ് ആയിട്ട് കൂട്ടൂല, മെമ്പേഴ്സ് ആയിട്ട് കൗണ്ട് ചെയ്യണ്ട, കുഴപ്പമില്ല. ഓക്കെ, സോ എംപ്ലോയ്മെന്റിലുള്ള ആൾക്കാർക്ക് ഷെയർസ് കൊടുത്താൽ വിൽ നോട്ട് ആഡ് ദം ആസ് മെമ്പർ, അവരെ മെമ്പറായിട്ട് കൗണ്ട് ചെയ്യണ്ട. കാരണം അത് എൻകറേജ് ചെയ്യുക. നിങ്ങൾക്ക് സംഭവം മനസ്സിലായിട്ടില്ല? 1000 2000 എംപ്ലോയീസ് ഉണ്ടോ, എല്ലാവർക്കും ഷെയർ കൊടുത്തോ? ബിക്കോസ് പേഴ്സൺ ഇൻ ദ എംപ്ലോയ്മെന്റ് ഓഫ് ദ കമ്പനി, കമ്പനിയുടെ എംപ്ലോയ്മെന്റിലുള്ള ആൾക്കോ അല്ലെങ്കിൽ മുന്നേ എംപ്ലോയ്മെന്റിലുള്ള ആൾക്ക് ആ എംപ്ലോയ്മെന്റിന്റെ സമയത്ത് കമ്പനി ഷെയർസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. മുന്നേ എംപ്ലോയ്മെന്റിലുള്ള ആൾക്ക് ആ എംപ്ലോയ്മെന്റിന്റെ സമയത്ത് കമ്പനി ഷെയർസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരെന്ത് ഒഴിവാക്കിയിട്ട് പോയി? എംപ്ലോയ്മെന്റ് ഒഴിവാക്കിയിട്ട് പോയി. ഇപ്പോഴും ആ കമ്പനിയുടെ ഷെയർസ് അവർ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെയും അവരെ ആഡ് ചെയ്യണ്ട, എക്സ്ക്ലൂഡ് ചെയ്യാം. ഇത് പ്രൈവറ്റ് കമ്പനീനെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവാ നെഗറ്റീവാ? ഇങ്ങനെ ഒരു എക്സ്ക്ലൂഷൻ കൊടുത്തത് പ്രസന്റ്ലി ഉള്ള എംപ്ലോയ്മെന്റിലുള്ള മെമ്പേഴ്സിന്, എംപ്ലോയ്മെന്റിലുള്ള ആൾക്കാർക്ക് ഷെയർസ് കൊടുത്തതിനെ അവരെ മെമ്പേഴ്സിൽ നിന്ന് ഒഴിവാക്കിയതും, അതേപോലെ തന്നെ മുന്നേ നമ്മുടെ എംപ്ലോയ്മെന്റിലുള്ള സമയത്ത് ഷെയർസ് കിട്ടിയ ആൾക്കാർ ഇപ്പോൾ അവർ എംപ്ലോയ്മെന്റ് ഒഴിവാക്കി പക്ഷെ ഇപ്പോഴും ഷെയർസ് ഹോൾഡ് ചെയ്യുന്നുണ്ട്, അവരെ ഒഴിവാക്കിയതും പ്രൈവറ്റ് കമ്പനീനെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവാണോ നെഗറ്റീവാണോ? അബ്സല്യൂട്ട്ലി പോസിറ്റീവാണ്. അതിനുള്ള 2 റീസൺസ് ഞാൻ പറയട്ടെ. ഓക്കെ, അതാണ് ലാസ്റ്റ് പോയിന്റ് ഞാൻ പറയാൻ പോകുന്നത്. ഒരു റീസൺ, 200-ൽ കൂടുതൽ മെമ്പേഴ്സ് ഉള്ള ഒരു പബ്ലിക് കമ്പനി പ്രൈവറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ജനറലി ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ 200-ൽ കൂടുതൽ മെമ്പേഴ്സ് ഉള്ള പബ്ലിക് കമ്പനി പ്രൈവറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് മെമ്പേഴ്സ് കുറക്കണ്ടേ? യെസ് ഓർ നോ? ജനറലി, ഞാൻ വേറൊന്നും പറഞ്ഞിട്ടില്ല. ൽ കൂടുതൽ മെമ്പേഴ്സ് ഉള്ള പബ്ലിക് കമ്പനി
ഒരു പ്രൈവറ്റ് കമ്പനിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ജനറലി നമ്പർ ഓഫ് മെമ്പേഴ്സ് കുറക്കണ്ടേ? യെസ് ഓർ നോ? ദി ആൻസർ ഈസ് ജനറലി കുറക്കണം. യെസ് ഓർ നോ? അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, നിങ്ങൾ യെസ് ഓർ നോ തന്നെ പറയണം. ഓക്കെ, ഒരു പബ്ലിക് കമ്പനിക്ക് 200-ൽ കൂടുതൽ മെമ്പേഴ്സ് ഉള്ളത് അവരുടെ എംപ്ലോയീസ് ഉള്ളതിനെ കൊണ്ടാണ്, എംപ്ലോയി മെമ്പേഴ്സ് ഉള്ളതിനെ കൊണ്ടാണ്. അല്ലെങ്കിൽ പ്രീവിയസ്ലി എംപ്ലോയ്മെന്റിലുള്ള ആള് മെമ്പേഴ്സ് ആയിരുന്നു, അവർ എംപ്ലോയ്മെന്റ് ഒഴിവാക്കിയിട്ട് പോയിട്ടും ഇപ്പം മെമ്പർഷിപ്പ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, കണ്ടിന്യൂസ് ടു ബി എ മെമ്പർ ആണ്, അവരുള്ളതിനെ കൊണ്ട് മാത്രമാണ്. അവരെ ഒഴിവാക്കിയാൽ 200ഓ അതിന്റെ താഴേക്കോ വരും കമ്പനിയുടെ മെമ്പേഴ്സിന്റെ നമ്പർ. അപ്പൊ അത് കാരണമാണ് അവർക്ക് 200 കൂടുതൽ മെമ്പേഴ്സ് ഉള്ളത് എങ്കിൽ എന്റെ ചോദ്യം ഇതാണ്, പ്രൈവറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് നമ്പർ ഓഫ് മെമ്പേഴ്സ് അല്ലെങ്കിൽ മെമ്പേഴ്സിനെ ഒഴിവാക്കണോ, റെഡ്യൂസ് ചെയ്യണോ? ഒഴിവാക്കണ വെച്ചാൽ പുറത്താക്കണോ? ഇതാണ് ചോദ്യം. ഒരു പബ്ലിക് കമ്പനിക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു പബ്ലിക് കമ്പനിക്ക് 240 മെമ്പേഴ്സ് ഉണ്ട്, പക്ഷെ അതിൽ 50 പേരും ഒന്നുകിൽ എംപ്ലോയി മെമ്പേഴ്സ് ആണ്, അല്ലെങ്കിൽ മുന്നേ എംപ്ലോയ്മെന്റിലുള്ള സമയത്ത് മെമ്പർഷിപ്പ് അല്ലെങ്കിൽ ഷെയർസ് കിട്ടിയ ആൾക്കാരാണ്. ഇപ്പൊ അവർ എംപ്ലോയീസ് അല്ല, പക്ഷെ ഇപ്പോഴും മെമ്പേഴ്സ് ആണ്. അപ്പൊ ആ 50 ഒഴിവാക്കിയാൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് 200 അതിൽ താഴേക്ക് പോകുന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ ഒഴിവാക്കണം. ഒഴിവാക്കാൻ ഉദ്ദേശിക്കുന്ന അവരുടെ ഷെയർ തിരിച്ചു വാങ്ങിയിട്ട് അവരെ കമ്പനിയിൽ നിന്നും പുറത്താക്കണം, ഇതാണ് ഉദ്ദേശിക്കുന്നത്. പുറത്താക്കണോ വേണ്ടിയോ? യെസ് ഓർ നോ? ദി ആൻസർ ഈസ് വേണ്ട, വേണ്ട, വേണ്ട. ഓക്കെ ആണോ? ക്ലിയർ ആണോ മക്കളെ? യെസ് ഓർ നോ? ഓക്കെ അല്ലേ? സോ ഒരു പബ്ലിക് കമ്പനിയിൽ 200-ൽ കൂടുതൽ മെമ്പേഴ്സ് ഉണ്ടെങ്കിലും എംപ്ലോയി മെമ്പേഴ്സോ അല്ലെങ്കിൽ എക്സ് എംപ്ലോയി മെമ്പേഴ്സോ ഉള്ളതിനെ കൊണ്ടാണ് നമ്പർ ഓഫ് മെമ്പേഴ്സ് 200-ൽ കൂടിയതെങ്കിൽ ആരെയും പുറത്താക്കേണ്ട, റെഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. സ്റ്റിൽ ദേ ക്യാൻ കണ്ടിന്യൂ. ഓക്കെ അല്ലേ? അതേപോലെ മറ്റൊരു ചോദ്യം, ഒരു പ്രൈവറ്റ് കമ്പനി തന്നെയാണ് പറയുന്നത്, നമ്പർ ഓഫ് മെമ്പേഴ്സ് മാക്സിമം 200 പറ്റുള്ളൂ. ഓക്കെ, പക്ഷെ എംപ്ലോയി മെമ്പേഴ്സിനെ കൂട്ടിയിട്ട് എക്സ് എംപ്ലോയി മെമ്പേഴ്സിനെ കൂട്ടിയിട്ട് ഈ പറയുന്ന നമ്പർ ഓഫ് മെമ്പേഴ്സ് 200 എക്സീഡ് ചെയ്താൽ വിൽ ദാറ്റ് ബി എ പ്രോബ്ലം? യെസ് ഓർ നോ? ഒരു പ്രൈവറ്റ് കമ്പനിയിൽ 200-ൽ കൂടുതൽ മെമ്പേഴ്സ് ഉണ്ട്, പക്ഷെ അത് എന്ത് കാരണമാണ്? എംപ്ലോയി മെമ്പേഴ്സിനെ കൊണ്ടോ എക്സ് എംപ്ലോയി മെമ്പേഴ്സിനെ കൊണ്ടാണെങ്കിൽ വിൽ ദാറ്റ് ബി എ പ്രോബ്ലം? ദി ആൻസർ ഈസ് അബ്സല്യൂട്ട്ലി നോ. ഒരു പ്രശ്നവുമില്ല, ദർ ഇസ് നോ പ്രോബ്ലം. അത് മനസ്സിലാക്കുക. പിന്നെ അവസാനമായിട്ടൊരു കാര്യം കൂടി നിങ്ങൾ ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. എംപ്ലോയ്മെന്റിലുള്ള ആൾക്കാർ, കറന്റ് എംപ്ലോയ്മെന്റിലുള്ള ആൾക്കാരുടെ കേസിൽ കൺഫ്യൂഷൻ ഒന്നുമില്ല. ഇവിടെ ആകെ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്താ പറയുക, നിങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് അറിയോ? പ്രീവിയസ്ലി നമ്മുടെ കമ്പനിയിൽ എംപ്ലോയ്മെന്റിൽ ഉണ്ടായ ആൾക്കാർ. ഓക്കെ, അവർക്ക് ഷെയർസ് കിട്ടിയത് അവരുടെ എംപ്ലോയ്മെന്റിന് മുന്നെയോ അവരുടെ എംപ്ലോയ്മെന്റിന് ശേഷമോ ആണെങ്കിൽ അവരെ നമ്മൾ 200-ൽ കൗണ്ട് ചെയ്യണോ, എക്സ്ക്ലൂഡ് ചെയ്യണോ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ. പ്രീവിയസ്ലി നമ്മുടെ കമ്പനിയുടെ എംപ്ലോയ്മെന്റിലുള്ള ആൾക്കാർ, അവർക്ക് ഷെയർസ് കിട്ടിയത് അവരുടെ എംപ്ലോയ്മെന്റിന്റെ സമയത്തായിരുന്നില്ല, എംപ്ലോയ്മെന്റിന്റെ മുന്നേ ആണ് അവർ ഷെയർസ് കിട്ടിയത്. ആദ്യം ഷെയർസ് കിട്ടി, പിന്നെയാണ് എംപ്ലോയി ആയത്. അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് ആയി, എംപ്ലോയ്മെന്റ് ഒഴിവാക്കിയതിന് ശേഷമാണ് അവർ എന്ത് ചെയ്തത്, അവർ ഷെയർസ് വാങ്ങിച്ചതെങ്കിൽ അവരെ നമ്മൾ 200-ൽ കൗണ്ട് ചെയ്യണോ, എക്സ്ക്ലൂഡ് ചെയ്യണം? പ്രീവിയസ്ലി നമ്മുടെ കമ്പനിയുടെ എംപ്ലോയ്മെന്റിൽ ഉണ്ടായ ആൾക്കാർ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ കമ്പനിയുടെ എംപ്ലോയ്മെന്റിലുള്ള ആൾക്കാർ, അവർക്ക് എംപ്ലോയ്മെന്റിന് മുന്നാണ് ഷെയർസ് കിട്ടിയത്. അല്ലെങ്കിൽ പ്രീവിയസ്ലി നമ്മുടെ കമ്പനിയുടെ എംപ്ലോയ്മെന്റിൽ ഉണ്ടായ ആൾക്കാർ, അവരിപ്പോൾ നമ്മുടെ എംപ്ലോയ്മെന്റിൽ ഇല്ല, പക്ഷെ അവരുടെ എംപ്ലോയ്മെന്റിന്റെ സമയത്തല്ല, എംപ്ലോയ്മെന്റിന് ശേഷമാണ് അവർ ഷെയർസ് വാങ്ങിച്ചതെങ്കിൽ നമ്മൾ കൗണ്ട് ചെയ്യണോ, എക്സ്ക്ലൂഡ്